Good evening, students. How are you? I hope that you are all fine. Okay. Today we are going to start a new topic, that is from drama. So William Shakespeare's The Merchant of Venice. Have you ever heard about this drama, the play? Okay. Do you know anything about William Shakespeare? Who is he? Who was he? Okay. Now we have to check the details or the biography of William Shakespeare. Okay. Then we next move on to the drama. Let's start. Okay. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ ദ മോസ്റ്റ് ഫേമസ് ഡ്രാമയായിട്ടുള്ള ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് ആണ് അല്ലേ. മെർച്ചൻ്റ് ഓഫ് വെനീസ് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ആ ഡ്രാമ നമുക്ക് ഫുള്ളായിട്ടുണ്ട് ഈ പോർഷനിൽ. അപ്പോൾ നമുക്കത് കവർ ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വില്യം ഷേക്സ്പിയറിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. ഓക്കെ. വില്യം ഷേക്സ്പിയർ എങ്ങനെയാണ് ഫാദർ ഓഫ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന അല്ലേ ഒരു വ്യക്തിത്വമാണ് അല്ലേ. സോ ലിസൺ പ്ലീസ്. സം ക്രിറ്റിക്സ് അസർട്ടഡ് ദാറ്റ് ദെയർ വാസ് നോ മാൻ നെയ്മഡ് ഷേക്സ്പിയർ ഇൻ റിയാലിറ്റി. യഥാർത്ഥത്തിൽ കുറച്ച് ഈ ക്രിറ്റിക്സായിട്ട് ആളുകൾ പറയുന്നത് വില്യം ഷേക്സ്പിയർ അങ്ങനെ ഒരാൾ യഥാർത്ഥത്തിൽ റിയാലിറ്റിയിൽ അങ്ങനെ ഒരാൾ റിയലി ഇല്ലായിരുന്നു. അത് വെറുതെ ആൾക്കാരുണ്ടാക്കി പറയുന്നതാണ്. അങ്ങനെ ഒരാൾ യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ചില ക്രിറ്റിക്സ്. ബട്ട് റീസെൻറ്റ് റിസർച്ച് ഡിനൈഡ് ദോസ് ആർഗ്യുമെൻറ്റ്. നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രാമ ടെക്സ്റ്റിലെ പേജ് നമ്പർ 7 ആണ്. നമ്മുടെ സ്റ്റാർട്ടിങ് മുതലുള്ള ആ ഒരു പോർഷൻ, അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ഇതൊന്ന് കേട്ടറിഞ്ഞ് ഇരിക്കുക, അത്രയും മതി. എല്ലാം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്രിറ്റിക്സ് ചിലർ പറയുന്നു വില്യം ഷേക്സ്പിയർ എന്ന് പറഞ്ഞ ആൾ ഇല്ലായിരുന്നു, അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്, അങ്ങനെയൊന്നും ഒരാളില്ല. പക്ഷേ ബട്ട് റീസെൻറ്റ് റിസർച്ച് ഡിനൈഡ് ദോസ് ആർഗ്യുമെൻറ്റ്സ് അല്ലേ. അപ്പോൾ പക്ഷേ ചില സ്റ്റഡീസ് ഈ കഴിഞ്ഞിടെ നടന്ന അല്ലെങ്കിൽ റീസെൻറ്റ് റിസർച്ച് പറയുന്നത് ആ ഒരു ആരോപണം തെറ്റാണ്, പൂർണ്ണമായും തെറ്റാണ്. വില്യം ഷേക്സ്പിയർ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, അതെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ. ഇനി നോക്കാം. വില്യം ഷേക്സ്പിയർ വാസ് ബോൺ ഇൻ 1564. 1564 നമ്മുടെ വില്യം ഷേക്സ്പിയർ ജനിക്കുന്നത്. എവിടെയാണ് ജനിച്ചത്? അറ്റ് സ്ട്രാറ്റ്ഫോർഡ് ഓൺ ഏവൺ, വാർവിക്ക്ഷയർ ഇൻ ഇംഗ്ലണ്ട്. അതാണ് സ്ഥലം. ഓക്കെ. സ്ട്രാറ്റ്ഫോർഡ് ഓൺ ഏവൺ, വാർവിക്ക്ഷയർ ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ. ദെൻ പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. റെക്കോർഡിക്കലി ഹി വാസ് ബാപ്റ്റൈസ്ഡ് ഇൻ ഹോളി ട്രിനിറ്റി ചർച്ച് ഓൺ 26th of April. അങ്ങനെ പറയുന്നു. അവരുടെ ഒരു മാമോദിസയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു റെക്കോർഡിക്കൽ ഡേറ്റ് വെച്ചാൽ നമുക്ക് വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മദിനം അല്ലെങ്കിൽ ജനിച്ച ആ ഒരു ടൈം കണക്കാക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ ഷേക്സ്പിയേഴ്സ് ഫാദർ, ഷേക്സ്പിയറിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? ജോൺ ഷേക്സ്പിയർ. പുള്ളി ഒരു അഗ്രികൾച്ചർ പ്രോഡക്ട്സൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ്മാനായിരുന്നു, അല്ലെങ്കിൽ ട്രേഡ്സ്മാനായിരുന്നു. ഫാം പ്രോഡക്ട്സ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കായിരുന്നു നമ്മുടെ ജോൺ ഷേക്സ്പിയറിൻ്റെ. ഷേക്സ്പിയർ അറ്റൻഡഡ് ഗ്രാമർ സ്കൂൾ അറ്റ് സ്ട്രാറ്റ്ഫോർഡ് where he came in contact with Latin authors Virgil, Ovid, Horace and Seneca. അത് കുറച്ച് ലാറ്റിൻ ഓതേഴ്സിൻ്റെ പേരാണ് പറയുന്നത്. പുള്ളി ഈ ഗ്രാമർ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് സ്ട്രാറ്റ്ഫോർഡിൽ. അങ്ങനെ ഉണ്ടായിരുന്നു, ഗ്രാമർ സ്കൂൾ ഒക്കെ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ അവിടെ നമ്മുടെ ഷേക്സ്പിയർ പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെ പുള്ളി ഈ പറഞ്ഞ ലാറ്റിൻ ഓതേഴ്സായ നമ്മുടെ വെർജിൽ, ഓവിഡ്, ഹൊറേസ് ആൻഡ് സെനിക്ക ഇങ്ങനെയുള്ള എഴുത്തുകാരെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓതേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടു. അതിനെക്കുറിച്ച് പഠിച്ചത് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ഇപ്പം അറിയണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. ദെൻ വെൻ ഷേക്സ്പിയർ ലെഫ്റ്റ് സ്കൂൾ വെൻ ഹി വാസ് ഓൺലി 14 ബിക്കോസ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഡെപ്റ്റ്. പക്ഷേ 14 വയസ്സുള്ളപ്പം നമ്മുടെ വില്യം ഷേക്സ്പിയറിന് സ്കൂൾ വിട്ടു ഇറങ്ങേണ്ടി വന്നു. പ്രശ്നം എന്താണെന്നറിയോ? അച്ഛന് കടം കയറി. അപ്പം ജോലിയിൽ അതൊരു വിഷയമായിട്ട് ബാധിച്ചു. അപ്പം പൈസ ഇല്ല കൊടുക്കാൻ, മൊത്തത്തിലൊരു പ്രശ്നമായി. അപ്പോൾ അവിടെ സ്കൂൾ പഠനം ഷേക്സ്പിയറിന് നിർത്തി. ദെൻ വി ഹാവ് നോ ഇൻഫർമേഷൻ അബൌട്ട് ഷേക്സ്പിയേഴ്സ് പ്രൊഫഷൻ അല്ലെങ്കിൽ ഓർ ജോബ്, ഹൗ ഹീ സപ്പോർട്ട് ഹിസ് ഫാമിലി. അപ്പം തുടർന്ന് പുള്ളി സ്കൂൾ വിട്ടല്ലോ 14 വയസ്സ് കഴിഞ്ഞപ്പം. അത് കഴിഞ്ഞ് പുള്ളി എന്ത് ജോലി ചെയ്തു അല്ലെങ്കിൽ എന്ത് പ്രൊഫഷനായിരുന്നു നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. അതുപോലെ എങ്ങനെയാണ് അവർ ഷേക്സ്പിയർ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയെ സപ്പോർട്ട് ചെയ്തു, അവരുടെ ഫാമിലി എങ്ങനെ സപ്പോർട്ട് ചെയ്തു, എന്ത് ചെയ്തു നമുക്കൊന്നും അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ദെൻ ഷേക്സ്പിയർ മാരീഡ് ആൻ ഹാത്വേ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ മതി. അതായത് ഷേക്സ്പിയറിൻ്റെ വൈഫാണ് ആര്?
ആനി ഹാത്വേ അങ്ങനെ നമുക്ക് പറയാം. ഇൻ 1582 1582 ഒരു കല്യാണം കഴിക്കുന്നത് അറ്റ് ദ ഏജ് ഓഫ് 18. അപ്പം നമ്മൾ ഷേക്സ്പിയറിന് 18 വയസ്സും പക്ഷേ ആനയ്ക്ക് ഒരു 8 വയസ്സ് മൂപ്പുണ്ടായിരുന്നു, അത് സീനിയറായിരുന്നു. ഓക്കെ, ദെൻ അവരുടെ മക്കളുടെ പേരാണ് ഇനി പറയുന്നത്. സൂസന്ന വാസ് ബോൺ ഇൻ മെയ് 1583. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, സൂസന്ന അതാണ് ആദ്യം ഉണ്ടായത്. ദെൻ അത് കഴിഞ്ഞ് ഹാംനെറ്റ് HAMNET ഹാംലെറ്റ്, അത് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. ഈ ഷേക്സ്പിയറിൻ്റെ ഒരു വർക്കിൻ്റെ പേര് ഹാംലെറ്റ് HAMLET ഹാംലെറ്റ്, ഓംലെറ്റ് അല്ല ഹാംലെറ്റ്. ഓക്കെ, അപ്പം ഹാംനെറ്റും ജൂഡിത്തും HAMNET അതാണ്, രണ്ട് ടിൻസാണ് കേട്ടോ. ആദ്യം ഉണ്ടായ സൂസന്ന, അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായ 2 മക്കൾ ഒരുമിച്ചുണ്ടായത് ട്വിൻസായിട്ട് ഉണ്ടായത് ഹാംനെറ്റും ജൂഡിത്തും. അപ്പോൾ അവർ ഉണ്ടായത് വർഷം ജനുവരി 1585. നമ്മുടെ സൂസന്ന ഉണ്ടായത് മെയ് 1583. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അത്രേ ഉള്ളൂ. അതിൻ്റെ അത് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറയുന്നു, അത്രേ ഉള്ളൂ. ദെൻ ഷേക്സ്പിയർ ഇൻ 1587 went to London. Here he turned to stage, soon became first an actor and then a playwright. അപ്പം പുള്ളി 1587 ആയപ്പം ലണ്ടനിലോട്ട് പോയി താമസം. സ്ട്രാറ്റ്ഫോർഡിൽ നിന്ന് പോയി നേരെ ലണ്ടനിലോട്ട് പോയി. അവിടെ ചെന്ന പുള്ളി അവിടെ ഈ അന്നത്തെ കാലത്ത് നമുക്ക് ഈ സിനിമയും പരിപാടിയല്ല, ഡ്രാമ, ഈ സ്റ്റേജ് പ്ലേ അങ്ങനെയുള്ള പരിപാടി, ഈ ഗ്ലോബ് തിയേറ്റർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, തിയേറ്ററിലുള്ള ഈ പെർഫോമൻസും കാര്യങ്ങൾ അത് കാണാൻ ആളുകൾ വരും, അങ്ങനെയുള്ള സംവിധാനമായിരുന്നല്ലോ അന്ന്. അപ്പോൾ പുള്ളി അവിടെ ചെന്ന് ജോയിൻ ചെയ്തു, അവിടെ സ്റ്റേജ് പ്ലേയിൽ, അതായത് അവിടെ ചെന്ന് പുള്ളി ഒരു ആക്ടറായിട്ട് തുടങ്ങി. പിന്നെ പുള്ളി ഒരു പ്ലേ റൈറ്റ് മീൻസ് വാട്ട്, ഇതൊക്കെ എഴുതുന്ന ആൾ, നമ്മുടെ സ്ക്രീൻ എന്ത് പറയുന്നത്, സംവിധാനം അല്ല, ഈ എഴുതുന്ന ഈ സ്റ്റോറിയും ഇതൊക്കെ എഴുതുന്ന ആൾ പ്ലേ റൈറ്റ്, മനസ്സിലായി, പ്ലേ എഴുതുന്ന അതാണ്. ദെൻ ഷേക്സ്പിയർ ബിക്കം ഫേമസ് ബൈ 1592. പക്ഷേ 1592 ആയപ്പോഴേക്കും പുള്ളി അങ്ങ് ഫേമസ് ആയി, ആക്ടറൊക്കെ ആയിട്ട് അഭിനയിച്ച ആ ഒരു മേഖലയിൽ തെളിഞ്ഞു വന്നു. ഹി ബിക്കെയിം എ ഷെയർ ഹോൾഡർ ഇൻ ദ ഗ്ലോബ് ആൻഡ് ബ്ലാക്ക് ഫ്രൈഡേസ് തിയേറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ 1-2 തിയേറ്ററിൽ പുള്ളി എൻ്റെ പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡറായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ദെൻ ഇതൊക്കെ നമ്മുടെ ആ ടെക്സ്റ്റിലുണ്ട് കേട്ടോ, പേജ് നമ്പർ 7 അതൊക്കെ നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് വലിച്ചു വാരി എഴുതിയിട്ടുണ്ട്, ഞാൻ പോയിൻറ്റ്സ് ഇങ്ങനെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാ പോയിൻറ്റ്സും ഏകദേശം ഉണ്ട്, എല്ലാ പോയിൻറ്റ്സും വരുന്നുണ്ട്. ദെൻ 1587 and 1613, between 1587 and 1613 ഷേക്സ്പിയർ റോട്ട് 37 plays. 1587 1613 ഇടയ്ക്കാണ് നമ്മുടെ ഷേക്സ്പിയർ ഒരു 37 plays എഴുതിയത്, പ്ലേ അതായത് ഡ്രാമ, ആ സംഭവം എഴുതിയത്. 37 plays ഉണ്ട് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ പ്ലേസ്, 37 plays ആണ്. 154 സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്, അതൊക്കെ അറിയാമല്ലോ. ദെൻ ഈ പ്ലേസ് നമുക്ക് പ്രധാനമായിട്ട് 3 തിരിച്ച് പറയുന്നുണ്ട്: ട്രാജഡി, കോമഡി ആൻഡ് ഹിസ്റ്ററി പ്ലേസ്. അങ്ങനെ 3 നമുക്ക് തരംതിരിച്ച് പറയാം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ 1610 1610 ഹി റിട്ടേൺ ടു സ്ട്രാറ്റ്ഫോർഡ്, സ്റ്റേഡ് അറ്റ് ന്യൂ ഹൗസ് ഹി ഹാഡ് പർച്ചേസ്ഡ്. അപ്പം 1610 ആയപ്പം പുള്ളി തിരിച്ച് സ്ട്രാറ്റ്ഫോർഡിലോട്ട് തിരിച്ചു വന്നു, പുള്ളിയുടെ ജന്മസ്ഥലത്ത്. അപ്പം അവിടെ പുള്ളി എന്ത് ചെയ്തു, അവിടെ ഒരു പുതിയ വീടൊക്കെ പർച്ചേസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഹൗസൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അവിടെ അങ്ങ് താമസം ആരംഭിച്ചു. പിന്നെ പുള്ളി മരിക്കുന്നത് 1616 1616 ഏപ്രിൽ 23, അതാണ് പുള്ളി മരിച്ച വർഷം. ഓക്കെ, ഏപ്രിൽ 25 അവിടെ ഹോളി ട്രിനിറ്റി ചർച്ചിൽ അടക്കം നടത്തി. അങ്ങനെയാണ് ഇൻഫർമേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് പുള്ളിയുടെ ഡ്രാമയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ്. 3 നമുക്ക് ഡ്രാമയെ തരം തിരിച്ച് പറയുന്നുണ്ട്: ട്രാജഡി, കോമഡി, ഹിസ്റ്ററി പ്ലേ. അല്ലേ, നിങ്ങൾ ഈ സിനിമ കാണുന്നവർക്കൊക്കെ കറക്റ്റ് അറിയാമല്ലോ. സിനിമ തന്നെയാണേലും അതിൻ്റെ അകത്ത് ട്രാജഡി ഉണ്ട്, കോമഡി ഉണ്ട്, അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഡ്രാമയിലും ഉണ്ട്, ട്രാജഡി ഉണ്ട്, കോമഡി ഉണ്ട്. അപ്പോൾ ഈ അതിന് പ്രത്യേകം നോക്കണം. ട്രാജഡി, ഞാൻ ആദ്യം ട്രാജഡിയെ കുറിച്ച് പറയാം. നമ്മുടെ പേജ് നമ്പർ 8 തോന്നുന്നു. ഓക്കെ, പേജ് നമ്പർ 8 അതിൻ്റെ ബാക്കി വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ട്രാജഡിയെക്കുറിച്ച് പറയുമ്പം ഞാൻ മെയിൻ പോയിൻറ്റ്സ് അങ്ങ് പറഞ്ഞു പോവാം. ട്രാജഡിയിൽ ട്രാജിക് എൻഡ് ആയിരിക്കും, അതായത് ആ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത് ട്രാജിക് എൻഡ്, ഡ്രാമ സ്റ്റോപ്പ് ചെയ്യുമ്പം ഒരു ദുരന്തമായ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ ഒരു രീതിയിലുള്ള എൻഡിങ് ആണ്. കലാമിറ്റസ് എൻഡിങ് ആ റിസൾട്ട് ഇൻ ദ ഡെത്ത് ഓഫ് മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ പ്രധാന കഥാപാത്രങ്ങൾ കൊല്ലപ്പെടുന്നു, അതാണ് അതിന് കഥ എൻഡിങ്. നമുക്ക് ഒരു നല്ല ഫീലിംഗ് അല്ല, എന്താ പറയുന്നത്, ഒരു നെഗറ്റീവ് ഫീലിംഗാണ്. എല്ലാവരും കൊല്ലപ്പെടുന്ന പോലെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് അത്. ദെൻ ദ ആക്ഷൻ പ്രസൻറ്റഡ് ഇൻ ദ ട്രാജഡി ഈസ് റെക്കഗ്നൈസബിൾ ടു ദ ഓഡിയൻസ് ആസ് റിയൽ ആൻഡ് പൊട്ടൻഷ്യൽ.
അപ്പം ഈ നടക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ ട്രാജഡി പ്രത്യേകിച്ച് നടക്കുന്ന ഈ ആക്ഷനെല്ലാം നമ്മുടെ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതായത് ശരിക്കൊരു ഇത് നടക്കുന്ന പോലെ ഒരു സംഭവം, യഥാർത്ഥ സംഭവം, ഒരു റിയൽ സംഭവം നടക്കുന്ന പോലെ അവർക്ക് അനുഭവപ്പെടും. മനസ്സിലായില്ലേ? റിയലി ഒരു സംഭവം, ഒരു കഥ അല്ലെങ്കിൽ ഒരു സാധനം കഥയാണെന്ന് തോന്നത്തില്ല, റിയൽ ലൈഫ് നടക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, അപ്പോൾ ഈ ട്രാജഡി പോലുള്ള സാധനം കാണുമ്പം ഈ എന്താ പറയുന്നത്, എക്സാമ്പിൾ ഈ സിനിമ സീരിയലൊക്കെ അതിൽ അതുപോലെ ദുരന്തങ്ങളും അങ്ങനെ സംഭവങ്ങളും ഉണ്ടാകുമ്പം കണ്ടിട്ടില്ലേ, ആളുകൾ അതിനനുസരിച്ചിരുന്ന് ചിലരൊക്കെ വീടുകളിൽ സീരിയലൊക്കെ വെച്ചിട്ട് അതിനോടൊപ്പം ഇരുന്ന് അത് മെയിൻ കഥാപാത്രത്തിന് എന്തെങ്കിലും പറ്റുമ്പോൾ അതുപോലെ കൂടെ ഇരുന്ന് കരയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യും. അത് കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് റിലീഫ് വരും, അപ്പോൾ ഒരു ചെറിയ ആശ്വാസം. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മുടെ ഓഡിയൻസിന് അതിൻ്റെ ഒപ്പം പങ്കുചേരാം. ഈ ഡ്രാമയുടെ ഒപ്പം പങ്കുചേർന്ന് ആ ദുരന്തത്തിന് ആ കഥാപാത്രത്തോടൊപ്പം അവർ ചേർന്ന് ഇത് അവരും അനുഭവിക്കും. നമ്മൾ ആ കഥാപാത്രമായി മാറുന്നു. മനസ്സിലായില്ലേ? ആ ഒരു ഫീലിംഗ് അവർക്ക് ഓഡിയൻസിന് ഉണ്ടാകുന്നുണ്ട് ശരിക്കും. അതിപ്പോൾ എല്ലാത്തിലും അങ്ങനെയാണല്ലോ, നമ്മൾ ആ ഒരു കഥാപാത്രമായി മാറും, നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നും. അപ്പം എന്നിട്ട് അവർക്ക് ഇങ്ങനെ ആ ഒരു ഹൈ ലെവലിൽ നമ്മുടെ എന്താ പറയുന്നത് ദുരന്തം അതിനെ നമ്മൾ അനുഭവിച്ച ശേഷം അത് കഴിഞ്ഞ് നമുക്കൊരു റിലീഫ് ഉണ്ടാകും. അതിന് നമ്മുടെ ഒരു തത്വചിന്തകനെ അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു പേരിട്ടിട്ടുണ്ട്, കഥാർസിസ് എന്നാണ് പേര്, KATHARSIS. അത് നമ്മുടെ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, അത് ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കഥാർസിസ് അത് ഇപ്പം ഭാവിയിൽ നിങ്ങൾ പഠിച്ചോളും എൻ്റെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു ഫീലിംഗാണ്, മനസ്സിലായില്ലേ? ഓഡിയൻസിനുണ്ടാകുന്ന ഒരു റിലീഫാണ്. പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ദുരന്തം എല്ലാം ഇങ്ങനെ അനുഭവിച്ച് ആ ഒരു അതിൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേർന്ന് ഇങ്ങനെ വന്നിട്ട് ഇടയ്ക്ക് ഒരു റിലീഫ് ഉണ്ടാകും. പർഗേഷൻ, പ്യൂരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊന്നും നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, വിടുക, ലീവ് ഇറ്റ്. ദെൻ ട്രാജഡി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ട്രാജഡി, മെയിൻ ട്രാജഡീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. മാക്ബത്ത് കേട്ടിട്ടുണ്ടോ? മാക്ബത്ത്, ഹാംലെറ്റ്, കിങ് ലിയർ, ഒതല്ലോ, ഇതെല്ലാം ലൈബ്രറിയിൽ അവൈലബിൾ ആണ് കേട്ടോ. മാക്ബത്ത്, ഹാംലെറ്റ്, കിങ് ലിയർ, ഒതല്ലോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ട്രാജഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കോമഡി നോക്കാം. കോമഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലായി കാണത്തില്ല, എന്താ കോമഡി എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കാം. കോമഡിയുടെ പ്രത്യേകത, എ പ്ലേ ദാറ്റ് എൻഡ്സ് ഹാപ്പിലി ഫോർ ദ പ്രൊട്ടഗോണിസ്റ്റ്. അല്ലെങ്കിൽ പ്രൊട്ടാഗണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ ഒരു വാക്ക് കേട്ടിട്ടില്ലേ, പ്രൊട്ടഗോണിസ്റ്റ്? മേ ബി ഒരു ന്യൂ വേർഡ് ആയിരിക്കും നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ മെയിൻ കഥാപാത്രം, മെയിൻ ക്യാരക്ടർ, നായിക എന്നൊക്കെ പറയത്തില്ലേ. അപ്പം അതിൻ്റെ ആ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു എൻഡിങ് ആയിരിക്കും, ദുരന്തമായിട്ടല്ല. മെയിൻ കഥാപാത്രം രക്ഷപ്പെടും, നല്ലൊരു വിക്ടറി ആയിരിക്കും, നമുക്ക് കാണുന്നവർക്കാണൊരു സന്തോഷം തോന്നും, ആ ഒരു ഫീലിംഗ്, ഹാപ്പി എൻഡിങ്. അതാണ് കോമഡി. ഈ കോമഡി എന്ന് പറഞ്ഞ ഡിവിഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ കോമഡി നമുക്ക് പല രീതിയിൽ പറയാം. കോമഡി ഓഫ് ഹ്യൂമർ, പിന്നെ റൊമാൻറ്റിക് കോമഡി, റൊമാൻസ്, അതായത് ലവ് തീമൊക്കെ വരുന്ന സാധനം, പിന്നെ ബിൽറ്റ് അറൗണ്ട് ദ തീം ഓഫ് ലവ്. അതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ കോമഡിക്കകത്ത് വരുന്നത്. കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ കോമഡി അടിക്കില്ല, അതല്ല, കോമഡി അല്ല ഉദ്ദേശിച്ചത്. അതപ്പോൾ എല്ലാത്തിലും ഉണ്ടല്ലോ, എല്ലാ പ്ലേയിലും കോമഡിയൊക്കെ വരും, അതല്ല വിഷയം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹാപ്പി എൻഡിങ് കൊടുക്കുന്നു. പിന്നെ തീംസ് പറയുമ്പോൾ ഹ്യൂമർ, നർമ്മങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക സറ്റയർ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും, പല വിഷയങ്ങളായിട്ട് ആ രീതിയിൽ. പിന്നെ റൊമാൻറ്റിക് കോമഡി, റൊമാൻസ്, മനസ്സിലായില്ലേ? പിന്നെ തീം ഓഫ് ലവ്. അത്രയും പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് അത്രയേ ഉള്ളൂ അതിനകത്ത് പോയിൻറ്റ്സ് ആയിട്ട് ഓർക്കാൻ, കോമഡി. ദെൻ മേജർ കോമഡീസ് ഏതൊക്കെയാണ്? ദ കോമഡി ഓഫ് ഇറേഴ്സ്, അങ്ങനൊരു വർക്കുണ്ട്. പിന്നെ പ്ലേ ഉണ്ട്. ദ ടേമിങ് ഓഫ് ദ ഷ്രൂ, ദ മെറി വൈവ്സ് ഓഫ് വിൻസർ, ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്, അത് നമ്മുടെ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. 12th നൈറ്റ്, മച്ച് എഡോ അബൌട്ട് നത്തിങ്. ദെൻ എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം, ആസ് യു ലൈക്ക് ഇറ്റ്. പിന്നെ ദ ടെമ്പസ്റ്റ്. ഓക്കെ, ടെമ്പസ്റ്റാണ് ലാസ്റ്റ് പ്ലേ ആയിട്ട് വരുന്നത്, അറിയാമല്ലോ. ഓക്കെ, ദെൻ ആസ് യു ലൈക്ക് ഇറ്റിനെ കുറിച്ചൊരു എല്ലാവരും പറയുന്നൊരു സംഭവമുണ്ട്. ഈ സംഭവം എഴുതിയ ശേഷം ഷേക്സ്പിയറിനോട് ചോദിച്ചു ഇതിന് എന്ത് ടൈറ്റിൽ ഇടണമെന്ന്. അപ്പോൾ ഷേക്സ്പിയർ പറഞ്ഞു ആസ് യു ലൈക്ക് ഇറ്റ്, നിനക്ക് ഇഷ്ടമുള്ളതിൽ ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ അതിന് ആ ടൈറ്റിലാണ് കൊടുത്തത്, ആസ് യു ലൈക്ക് ഇറ്റ് എന്നിങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ കോമഡിയെക്കുറിച്ച് പറയാൻ. അത്രയാണ് മെയിൻ. അതെല്ലാം നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണേ, ഇവിടെ നമ്മുടെ പേജ് നമ്പർ 8 ഓക്കെ, അത് നോക്കിയാൽ മതി. പിന്നെ അടുത്തത് ഹിസ്റ്ററി പ്ലേ. എന്താണ് ഹിസ്റ്ററി പ്ലേ? അതിന് പ്രത്യേകത ഉണ്ട്, നോക്കാം. ഹിസ്റ്ററി പ്ലേ ഓൾസോ നോൺ ആസ് ക്രോണിക്കിൾ പ്ലേ. ക്രോണിക്കിൾ കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചരിത്ര റെക്കോർഡ്സൊക്കെ എഴുതിയേക്കുന്ന ആ ഒരു സംഭവം, അതാണ് ക്രോണിക്കിൾ എന്നുള്ള വാക്കിനർത്ഥം. ഈ ബൈബിളിൽ അതുപോലൊരു ഇതുണ്ടല്ലോ, ബുക്ക് ഓഫ് ക്രോണിക്കിൾസ് കേട്ടിട്ടില്ലേ? ദിനവൃത്താന്തം എന്നാണ് മലയാളത്തിൽ കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ചരിത്രങ്ങളും പല കാര്യങ്ങളും ഒക്കെ പറയുന്നത്, ഹിസ്റ്ററി, മനസ്സിലായില്ലേ?
അപ്പോൾ ഹിസ്റ്റോറിക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഹിസ്റ്ററിയാണ്? പണ്ടത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ അന്നത്തെ ആ സംവിധാനം, അങ്ങനെ പല കാര്യങ്ങളും അതിൽ വരും, പരാമർശിക്കും. രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ വരാം ഇല്ലേ? നോക്കാം. ഇവിടെ അങ്ങനെ തന്നെ വരുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ദ സ്റ്റോറി ഓഫ് സം റോയൽ പേഴ്സണേജ്. റോയൽ മീൻസ് രാജകീയമായ അല്ലെങ്കിൽ റോയൽ, അതാണ്. അപ്പോൾ ആ കിങ്ഡം അല്ലെങ്കിൽ ആ കിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്താ പറയുന്നത് രാജകൊട്ടാരം, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഹിസ്റ്ററി പ്ലേസിൽ പരാമർശിക്കുന്നത്. അപ്പോൾ കഥാപാത്രങ്ങൾ ആ രീതിയിൽ വരും, മനസ്സിലായില്ലേ? രാജാവ് കാണും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളാണ് വരുന്നത്. പിന്നെ കൺസിഡർ ടു ബി എ പൊളിറ്റിക്കൽ ഗൈഡ് ഷോയിങ് വാട്ട് ഹാപ്പൻസ് വെൻ ആൻ ഇമ്പോർട്ടൻറ്റ് ലീഡർ ഫാൾസ് ത്രൂ സം എറർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അതുപോലെ ഒരു പൊളിറ്റിക്കൽ ഗൈഡാണെന്ന് പറയാം ഇതിനെ. അപ്പോൾ പ്രധാനപ്പെട്ടൊരു ലീഡർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർ, പൊളിറ്റീഷ്യൻ വീഴുമ്പോൾ അവരുടെ ആ ഒരു വീഴ്ച, അവരുടെ ഉണ്ടാകുന്ന ജഡ്ജ്മെൻറ്റ്, അങ്ങനെ കുറച്ച് വിഷയങ്ങളാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, അത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഹിസ്റ്ററി പ്ലേസിനെ കുറിച്ച് പറയാനുള്ളത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ദെൻ ഹിസ്റ്ററി പ്ലേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലിയസ് സീസർ, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, റിച്ചാർഡ് III, ഹെൻറി IV, ഹെൻറി V, കൊറിയോലൻസ്, അങ്ങനെ ഒരു വർക്കുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഷേക്സ്പിയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഞാൻ അത്രയും കൊണ്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ടെക്സ്റ്റിൽ, അങ്ങ് വലിച്ചു വാരി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നോക്കണ്ട. ഇനി ജസ്റ്റ് ഞാൻ നമ്മുടെ മർച്ചൻ്റ് ഓഫ് വെനീസിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കണമല്ലോ. അപ്പോൾ ജസ്റ്റ് അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മർച്ചൻ്റ് ഓഫ് വെനീസ്. ഓക്കെ, മർച്ചൻ്റ് ഓഫ് വെനീസ് അതാണ് നമ്മുടെ പഠിക്കാനുള്ള ഡ്രാമ, വില്യം ഷേക്സ്പിയറിൻ്റെ ഡ്രാമയാണ്. അത് നമുക്ക് പ്രധാനമായിട്ട് പറയുമ്പോൾ ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആ പരിചയം കാണും. മൊത്തത്തിലൊരു ആക്ട് 5 ആക്ട് പ്ലേ ആണ് കേട്ടോ. ആക്ട് 1 3 സീന്, ആക്ട് 2 വരുമ്പം 9 സീനുണ്ട്, ആക്ട് 3 നമുക്ക് എത്ര ഉണ്ട്, 5 സീനുണ്ട്, ആക്ട് 4 2 സീന്, ആക്ട് 5 1 സീന്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇത് തിരിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു പോകണം. എല്ലാം കൂടെ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒരുപാട് വീഡിയോ ആയിട്ട് ഇട്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എനിക്ക് എൻ്റെ ഒരു സമ്മറി പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ഇതിൽ അന്റോണിയോ ആണ് നമ്മുടെ മെയിൻ കഥാപാത്രം. മെർച്ചൻ്റ് ഓഫ് വെനീസ് ആണല്ലോ നമ്മുടെ ടൈറ്റിലിൻ്റെ പേര്. അപ്പം മെർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാം വ്യാപാരി, അപ്പം വെനീസിലെ വ്യാപാരി, മനസ്സിലായില്ലേ? അപ്പം മെർച്ചൻ്റ് ആയ ഇതിലെ മെയിൻ കഥാപാത്രം അന്റോണിയോ ആണ്, അന്റോണിയോ. അപ്പം പുള്ളിയാണ് അതിലെ മെർച്ചൻ്റായിട്ട് വരുന്നത്. പിന്നെ കുറച്ച് പ്രധാന കഥാപാത്രങ്ങളുണ്ട്. ഷൈലോക്ക്, ബസാനിയോ, പോർഷ്യ, അങ്ങനെ കുറേ പ്രധാനപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. അതല്ലാതെ കുറേ വേറെ കുറേ മൈനർ ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ്. നമ്മുടെ അന്റോണിയോ മെർച്ചൻറ്റിൽ പുള്ളി ഇങ്ങനെ എന്തോ ഭയങ്കര സാഡായിട്ട് മൂഡ് ഔട്ടായിട്ടിരിക്കുകയാണ്. പുള്ളിക്ക് കുറേ ഫ്രണ്ട്സുണ്ട്. നമ്മുടെ സലാനിയോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് 1-2 ഫ്രണ്ട്സുണ്ട്. അതുപോലെ ഗ്രേഷ്യാനോ, അങ്ങനെ കുറേ ആളുകളുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പം അവരും ചോദിച്ചു എന്താ പറ്റി അന്റോണിയോ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സാഡായിട്ടിരിക്കുന്നത് എന്താണെന്ന് അന്വേഷിക്കുന്നു. പുള്ളി പറഞ്ഞാൽ പുള്ളിക്ക് അറിഞ്ഞുകൂടാ, കാരണം എന്ന് അറിഞ്ഞുകൂടാ, എന്തോ ഒരു പ്രശ്നം പുള്ളിക്ക് തോന്നുന്നു. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഇരിക്കുന്ന കണ്ടീഷൻ. അതിനിടയ്ക്ക് ബസാനിയോ കാണാൻ വരുന്നു. എന്നിട്ട് പറഞ്ഞു കുറച്ച് പൈസ വേണം. പുള്ളി നമ്മുടെ പോർഷ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അപ്പം കല്യാണം കഴിക്കാനേ, അപ്പം അതിൻ്റെ കാര്യങ്ങൾക്ക് പൈസ ചിലവാകും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് പൈസ തരാമെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ അന്റോണിയോ പറഞ്ഞു അതിനകത്ത് കുഴപ്പമില്ല, പക്ഷേ ഇപ്പം കയ്യിൽ റെഡിയായിട്ട് പൈസ ഇല്ല ക്യാഷായിട്ട് തരാൻ. ഒരു എമൗണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പം അത്രയും കൊടുക്കാൻ ഇപ്പം കയ്യിൽ കാശില്ല. അപ്പം പുള്ളി മെർച്ചൻ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അന്റോണിയോ. പുള്ളിയുടെ ഈ വ്യാപാരമൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എബ്രോഡാണ്, അതായത് വേറെ രാജ്യങ്ങളിലോട്ടൊക്കെയാണ് പോകുന്നത്. അത് കപ്പൽ വഴി. പുള്ളിയുടെ പല ഷിപ്പുകളിങ്ങനെ കടലിൽ കൂടെ ഉണ്ട്, പല രാജ്യങ്ങളിലോട്ട് പോകുന്നുണ്ട്. അതൊക്കെ ഇനി ഈ വ്യാപാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് പുള്ളിക്ക് ഇനി റെഡിയായിട്ട് കയ്യിൽ പൈസ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ മണി ലെൻഡറിനെ ആരെങ്കിലും സമീപിക്കുക. അപ്പം ആ നാട്ടിൽ പ്രധാന എല്ലാവർക്കും അറിയാവുന്ന ഒരു മണി ലെൻഡറുണ്ട്, ഒരു ജൂവിഷ് ആയിട്ട് പേഴ്സണാണ്, ഷൈലോക്ക് എന്നാണ് പേര്, ഷൈലോക്ക്. അപ്പം പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പൈസ ഒപ്പിക്കാം, നല്ലതായിട്ട് കാശ് കിട്ടും മണി ലെൻഡർ. അപ്പം
ഒരു നിന്ന് പുള്ളി കാണാൻ ചെല്ലുന്നു. അപ്പം പുള്ളി നോക്കിയപ്പം നമ്മുടെ അന്റോണിയോ കണ്ടു. അപ്പം അന്റോണിയോ ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞു അന്റോണിയോ. അപ്പം അന്റോണിയോക്ക് ഉറപ്പുണ്ട്, കാരണം ഈ ഷിപ്പിംഗ് വരുമ്പം പൈസ കൊടുത്താൽ മതിയല്ലോ, കാശ് കറക്റ്റായിട്ട് തിരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണ് ഷൈലോക്ക് അവസരം മുതലാക്കി. ഈ ഷൈലോക്കിന് പണ്ടും കണ്ട് ഈ അന്റോണിയായിട്ട് വിരോധമുണ്ട്. പുള്ളി ജൂഷാണ് ഈ ഷൈലോക്ക്, അന്റോണിയോ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അവർ തമ്മിലൊരു ക്ലാഷ് നേരത്തെ കടപ്പുണ്ട് ഇങ്ങനെ മനസ്സിൽ. പുള്ളിക്ക് അല്ലേ തന്നെ ക്രിസ്ത്യൻസിനോടൊരു എതിർപ്പൊക്കെ ഉണ്ട്. ആ ഒരു ടൈപ്പ് അങ്ങനെയാണ് നമ്മുടെ കഥയിൽ ഇതിൻ്റെ പ്രസൻറ്റേഷൻ പോയേക്കുന്നത്. എന്താണോ കഥ അങ്ങനെ എഴുതിയത് നമുക്ക് അറിഞ്ഞുകൂടാ. ജൂയിഷ് പീപ്പിളിനെ ആ രീതിയിൽ ഇച്ചിരി മോശമായിട്ട് രീതിയിൽ കണ്ടൊരു കാലഘട്ടം അത്. അങ്ങനെ ഒരു റെഫറൻസും വരുന്നുണ്ട്. അത് നമുക്ക് പിന്നെ പറയാനോ കാര്യങ്ങൾ. എനിവേ അങ്ങനെയാണ് അതിൻ്റെ കഥ പോകുന്നത്. ഇതിനൊരു ഫിലിംസൊക്കെ ഉണ്ട്, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, ഫിലിമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും അവരൊരു ബോണ്ട് സൈൻ ചെയ്യണം. അതായത് ഈ പറഞ്ഞ തീയതി ഒരു നിശ്ചിത കാലാവധി കൊടുത്തു. അപ്പോൾ അതിനുള്ളിൽ ഈ പൈസ ഫുള്ള് തിരിച്ചടക്കണം. തിരിച്ചടച്ചില്ലെങ്കിൽ പകരം കടമൊന്നും കൊടുക്കേണ്ട, പകരം ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷൈലോക്ക് ചോദിച്ചേക്കുന്ന ഒരു ഡിമാൻഡ് ഒന്നേ ഉള്ളൂ. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ബോണ്ട് സൈൻ ചെയ്തു, അതിന് സിമ്പിളല്ലേ എന്ന് പറഞ്ഞ് സൈൻ ചെയ്യുകയും ചെയ്തു. ബോണ്ട് ഇതാണ്, ബോണ്ടിൽ പറഞ്ഞ കാര്യം ഇതാണ്: 1 പൗണ്ട് ഫ്ലഷ്, അതായത് ശരീരത്തിൽ നിന്ന്, ഈ അന്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് 1 പൗണ്ട് ഫ്ലഷ് ഈ ഷൈലോക്കിന് മുറിച്ചെടുക്കാം, ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ പൈസ നമ്മുടെ ബസാനിയോ അടച്ചില്ലെങ്കിൽ. മനസ്സിലായില്ല? അതാണ് ബോണ്ട്. അപ്പോൾ ഒരു വല്ലാത്ത ബോണ്ടാണ് ചെയ്തു വെച്ചത്. അപ്പം പുള്ളി മനഃപൂർവ്വം ഉണ്ടാക്കിയ പരിപാടി ഷൈലോക്ക്. അപ്പോൾ അന്റോണിയോക്കിട്ട് പണി കൊടുക്കാനും പുള്ളി തട്ടാനുള്ള വേലയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ കഥ പോകുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് പോർഷ്യയുടെ കല്യാണമൊക്കെ നടന്നു. ആ രീതിയിൽ അതെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും സമയം കടന്നു പോയായിരുന്നു. നമ്മുടെ പറഞ്ഞ ബോണ്ട് അനുസരിച്ച് ടൈം കടന്നുപോയി. അപ്പോൾ പിന്നെ അത് കേസായി, പിന്നെ കോടതി ആയി, പിന്നെ വലിയ വിഷയങ്ങളായി. പിന്നെ നമ്മൾ കാണുന്നത് കോർട്ടിലെ കുറേ സംഭവങ്ങളൊക്കെയാണ്, കുറേ നാടകീയമായ രംഗങ്ങളാണ്. അപ്പോൾ അവിടെ നമുക്ക് ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈലോക്ക് അവിടെ വാദിക്കുന്നു, പുള്ളിയുടെ ബോണ്ട് അനുസരിച്ച് 1 പൗണ്ട് ഫ്ലഷ് നമ്മുടെ അന്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് എവിടെ നിന്ന് വേണേലും എടുക്കാം. 1 പൗണ്ട്, അതാണ് നമ്മുടെ കരാർ. പൈസയൊന്നും തിരിച്ചിട്ട് അടച്ചിട്ട് കാര്യമില്ല. എത്ര ഇന്ത്യ ഇരട്ടി 4 ഇരട്ടി തരാമെന്ന് പറഞ്ഞാലും പുള്ളിക്ക് വേണ്ട, ഷൈലോക്കിന്. ബസാനിയോ അതിന് റെഡിയായിരുന്നു. പക്ഷേ ഷൈലോക്ക് മേടിക്കത്തില്ല, വേണ്ട, അതൊന്നും വേണ്ട, പറഞ്ഞ ബോണ്ട് അനുസരിച്ച് 1 പൗണ്ട് ഫ്ലഷിങ് തന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കോമഡി അതല്ല. എന്നിട്ട് കഴിഞ്ഞ് നമ്മുടെ ഇത് വാദിക്കാൻ, കേസ് വാദിക്കാനൊക്കെ നമ്മുടെ വക്കീലിനെയൊക്കെ വെച്ചല്ലോ. അപ്പം ലോയറായിട്ട് നമുക്ക് അവിടെ പോർഷ്യ അവിടെ വേഷം മാറി വരുന്നു. ബസാനിയോയുടെ വൈഫ് പോർഷ്യ. അപ്പം പോർഷ്യ വന്നിട്ട് അതിൻ്റെ അകത്ത് ഇടപെടുന്നുണ്ട്. പോർഷ്യ ആദ്യം വാദിച്ചു, ശരിയാ നമ്മുടെ ഷൈലോക്ക് പറഞ്ഞതിൽ കാര്യമുണ്ട്, ബോണ്ടതാ, ബോണ്ട് സൈൻ ചെയ്തു പോയി, അതിപ്പോൾ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. പറഞ്ഞ പോലെ അത് അവകാശപ്പെട്ടതാണ്. 1 പൗണ്ട് ഫ്ലഷ് നമ്മുടെ അന്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ വാസ്തുത്തിൽ ഷൈലോക്കിന് അവകാശപ്പെട്ടു. അപ്പോൾ ഷൈലോക്ക് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി, അപ്പോൾ റെഡിയായി. അപ്പം പോർഷ്യ ഒരു കാര്യം ചോദിച്ചു, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അപ്പം ഈ ബോഡി ഫ്ലഷ് എടുക്കുമ്പോൾ ഒരു വൂണ്ടുണ്ടാവും, മുറിവുണ്ടാവുമേ, അപ്പോൾ പെട്ടെന്ന് ശുശ്രൂഷിക്കാൻ ഒരു സർജനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഏർപ്പാട് ചെയ്യട്ടെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഷൈലോക്ക് പറഞ്ഞു, ബോണ്ടിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ബോണ്ട് അനുസരിച്ച് ഈ ശരീരത്തിന് എനിക്ക് 1 പൗണ്ട് ഫ്ലഷ് എടുക്കാം, പക്ഷേ അവിടെ സർജനെ ഏർപ്പെടുത്തുന്ന കാര്യമൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ, പിന്നെ ആവശ്യമില്ലാത്ത പരിപാടി എന്തിനാ, അതാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ പോർഷ്യ ആ വാക്കെ പിടിച്ചു. അതായത് പോർഷ്യ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോണ്ട് അനുസരിച്ച് 1 പൗണ്ട് ഫ്ലഷ് എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ ബ്ലഡ് ചൊരിയിക്കാൻ പാടില്ല, രക്തം വീഴാൻ പാടില്ല, അതിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രക്തം ഒരു അല്പം പോലും രക്തം ശരീരത്തിൽ നിന്ന് വീഴരുത്, പുറത്തു പോകരുത്. മാത്രമല്ല 1 പൗണ്ടേ എടുക്കാവൂ, 1 പൗണ്ട് കൂടരുത്, കുറയും ചെയ്യരുത്. അങ്ങനെ കുറേ നിർദ്ദേശം അങ്ങോട്ട് പോർഷ്യ വെച്ചു. അപ്പം ഷൈലോക്ക് ഒന്ന് അടങ്ങി. ഷൈലോക്ക് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, എനിക്ക് പൈസ തന്നാൽ മതി, ഞാൻ പൊക്കോളാം. അപ്പോൾ അങ്ങനെ വിട്ടില്ല. ഒടുക്കം നമ്മൾ കഥ കാണുന്നത് ഷൈലോക്കിന് ഉള്ള പൈസയും പോവുകയും ചെയ്തു, ഉള്ള സമ്പത്തും കുറേ പോവുകയും ചെയ്തു. അങ്ങനെ കുറേ പണി കിട്ടി, പണി മേടിച്ചുകൊണ്ടാണ് പോയത്. എൻഡിങ്ങിൽ ഷൈലോക്കിന് ഫുള്ള് പണിയായിരുന്നു. അതാണ് ആ ഡ്രാമ എൻഡ് ചെയ്യുമ്പം ഫുള്ള് പണി മേടിച്ചുകൊണ്ട് പോയത് ഷൈലോക്കാണ്. ബാക്കി കഥാപാത്രങ്ങളെല്ലാം രക്ഷപ്പെട്ടു. അതാണ് അതിൻ്റെ ഒരു എൻഡിങ്. നല്ല ഹാപ്പി എൻഡിങ്ങാണ് അതിന് വരുന്നത്. അതാണൊരു സമ്മറി, അതാണൊരു രത്ന ചുരുക്കം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒരു ജസ്റ്റ് ഞാനൊന്ന് തുടങ്ങി വെക്കാം, ഡ്രാമയിലോട്ടൊന്ന് പോവാം. ഇപ്പോൾ പ്രധാന കഥാപാത്രം കുറേ പേരുണ്ട്, ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ വായിച്ച് തലയിൽ വെക്കണ്ട, ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വരുന്ന വഴിക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം, അതുപോലെ ഒന്ന് കാണാം. ആക്ട് 1 സീൻ 1. അപ്പോൾ ഇത് നോക്കിക്കോ, ഇത് ഒറിജിനൽ ടെക്സ്റ്റാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഇതിൽ നോക്കിക്കോ, എൻ്റർ സീൻ 1, ആക്ട് 1 സീൻ 1.
എൻ്റർ അന്റോണിയോ, സാലറിനോ ആൻഡ് സലാനിയോ അല്ലേ. ഇവിടെ നമുക്ക് ഇതിലെ ടെക്സ്റ്റിൽ സൊളാനിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ഥലാനിയോ, രണ്ട് രീതിയും പറയുന്നുണ്ട് കേട്ടോ. രണ്ടും ഒരാൾ തന്നെയാണ്. ഈ സൊളാനിയോ അല്ലെങ്കിൽ സലാനിയോ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത് സലാനിയോ എന്നാണേ. അതുകൊണ്ട് ഈ കാണുന്നത് ഈ ഇതുണ്ടല്ലേ, ഈ ഒരു ക്യാരക്ടർ വാസ്തവത്തിൽ കണ്ടല്ലേ, ഈ ക്യാരക്ടർ സൊലാനിയോ എന്ന് എഴുതിയേക്കുന്നത് ഇതിൽ, പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ അത് സലാനിയോ എന്നാണ്, ഒരാൾ തന്നെയാണ് കേട്ടോ. മറ്റേതെല്ലാം സാലറിനോ തന്നെയാണ്, സാലറിനോ. അപ്പം അതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ. ഓക്കെ, കണ്ടല്ലേ ഈ ഒരു കഥാപാത്രം. നോക്കാം സീൻ 1. ഇവിടെ ഈ പ്ലേസ് ഓർത്തോണം. ഈ സീൻ 1 നടക്കുന്നത് അതിനു മുമ്പ് ഈ മർച്ചൻ്റ് ഓഫ് വെനീസ് പബ്ലിഷ് ചെയ്ത വർഷം 1600 ആണ് കേട്ടോ. 1600 ഞാൻ പറയാൻ വിട്ടുപോയതാണേ, നോട്ട് ചെയ്തോണേ. 1600 1600 പബ്ലിഷ് ചെയ്ത വർഷം. ഇത് എഴുതിയ വർഷം കണക്കാക്കുന്നത് ഏകദേശം 1596-നും 1597-നും ഇടയ്ക്കാണ് കേട്ടോ. എഴുതിയ വർഷം, പ്ലേ എഴുതിയ വർഷം. ഓക്കെ, നോക്കാം. ഇനി നമുക്ക് സ്റ്റോറി നോക്കാം. ഇത് നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെനീസ് എന്ന് പറഞ്ഞ സ്ട്രീറ്റാണ് കേട്ടോ. അത് രണ്ട് സ്ഥലം അതിൻ്റെ മെയിനായിട്ട് പറയുന്നത്. അതിൻ്റെ ഒരു സെറ്റിങ് മനസ്സിലായില്ലേ? പ്ലേ നടക്കുന്ന സെറ്റിങ് എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് വെനീസും മറ്റൊന്ന് ബെൽമണ്ട് എന്ന് പറഞ്ഞൊരു ഇതാണ് കേട്ടോ. അപ്പോൾ വെനീസാണ് നമുക്ക് ഇവിടെ സീൻ 1-ലെ നമ്മുടെ സ്ഥലം. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മെയിൻ കഥാപാത്രം 3 പേരെ ഇപ്പോൾ ആദ്യം കാണാം. അന്റോണിയോ, സാലറിനോ ആൻഡ് സലാനിയോ. സലാനിയോ നമ്മൾ പഠിച്ചു പോവാണ്. സൊളാനിയോ എന്ന് ഇവിടെ എഴുതിയേക്കുന്നത് എൻ്റെ റെഫറൻസിൽ. നിങ്ങളുടെ ടെക്സ്റ്റിൽ സലാനിയോ ആണ്. ഓക്കെ, അന്റോണിയോ പറയുന്ന വാക്കാണ് ഇവിടെ മെർച്ചൻ്റ്. ഇൻ സൂത്ത് ഐ നോ നോട്ട് വൈ ഐ ആം സോ സാഡ്. ഇറ്റ് വെയറിസ് മീ, യു സേ ഇറ്റ് വെയറിസ് യു. ബട്ട് ഹൗ ഐ കോട്ട് ഇറ്റ്, ഫൗണ്ട് ഇറ്റ് ഓർ കെയിം ബൈ ഇറ്റ്. What stuff it's made of, whereof it is born, I am to learn. And such a one with sadness makes of me that I have much ado to know myself. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എഴുതിയേക്കുന്ന രീതി. കണ്ടപ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടി കാണും എന്ത് സംഭവം. ആ ഓൾഡ് ഇംഗ്ലീഷ്, ആ ഒരു ആ കാലങ്ങളിലെ ഒരു ഇംഗ്ലീഷിൻ്റെ രീതിയാണിത് കേട്ടോ. അപ്പോൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതിൻ്റെ എല്ലാ മീനിങ് നോക്കി പോയെങ്കിലും പറ്റും. അപ്പം നോക്കാം, തുടങ്ങാം. ഇൻ സൂത്ത് I know not why I am so sad. അപ്പോൾ ഇൻ സൂത്ത് മീൻസ് വാട്ട്? ട്രൂലി. മനസ്സിലായില്ലേ? ഓണസ്റ്റ്ലി അല്ലെങ്കിൽ ട്രൂലി. സത്യത്തിൽ ഐ നോ നോട്ട് വൈ ഐ ആം സോ സാഡ്. ഐ ഡോണ്ട് നോ വൈ ഐ ആം സാഡ്. സോ ഹിയർ അന്റോണിയോ സേസ് ദാറ്റ് ഹി ഫീൽസ് വെരി സാഡ്. അന്റോണിയോ പറയുന്നു, ഞാൻ വളരെ വിഷമിച്ച് ദുഃഖിതനായിരിക്കുകയാണ്. ഐ ഫീൽ വെരി സാഡ്. ബട്ട് ഐ ഡോണ്ട് നോ why I am so sad. Then it wearies me. Wearies means what? Wearies. കണ്ടോ, wearies means tired എന്നാണ് മീനിങ് കേട്ടോ. wearies means tired. feel very tired. മനസ്സിലായില്ലേ? ക്ഷീണിച്ച് മടുത്തിരിക്കുക അല്ലെങ്കിൽ അതാണല്ലോ, ആ വാക്കറിയാലോ, അതാണ് ഇറ്റ് വെയറിസ് മീ. ഈ സാഡ്നെസ്, ഈ വിഷമം എന്നെ അങ്ങ് തളർത്തി കളയുക അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കുക, മടുപ്പിച്ച് കളയാണ്. ദെൻ യു സേ ഇറ്റ് വെയറിസ് യു. അത് മാത്രമല്ല, ഫ്രണ്ട്സും പറയുന്നു, ഈ അന്റോണിയോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ്. ഫ്രണ്ട്സും പറയാം, അവർക്കും അതൊരു ഫീലിംഗ്, എന്താ മുഷിപ്പാണ്. ഒരാൾ വിഷമിച്ച് കാണുമ്പോൾ മറ്റവർക്കാണ്, നമുക്കാണേലും ഫ്രണ്ട്സിനാണേലും ഇയാളെന്തോ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് തോന്നുന്നില്ല. അതാണ് യു സേ ഇറ്റ് വെയറിസ് യു. ഓക്കെ, ക്ലിയർ ആയല്ലോ. യു സേ ഇറ്റ് വെയറിസ് യു. അപ്പം ഫ്രണ്ട്സിനും ആ ടയർഡ്നെസ് അനുഭവപ്പെടുക. നമ്മുടെ അന്റോണിയോയുടെ സാഡ്നെസ് ഫ്രണ്ട്സിനും ഫീൽ ചെയ്യുന്നുണ്ട്, അതാണ് പറഞ്ഞത്. ബട്ട് ഹൗ ഐ കോട്ട് ഇറ്റ്, ഫൗണ്ട് ഇറ്റ് ഓർ കെയിം ബൈ ഇറ്റ്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ. ബട്ട് ഹൗ ഇതെങ്ങനെയാണ് ഈ സാഡ്നെസ് വന്നത്? ഐ കോട്ട് ഇറ്റ്, ഞാൻ എങ്ങനെയാണ് ഇതിനാൽ പിടിക്കപ്പെട്ടത്. ഫൗണ്ട് ഇറ്റ്, എങ്ങനെ പിടിച്ചു അല്ലെങ്കിൽ എങ്ങനെ ഈ സാഡ്നെസ് വന്നു. ഓർ കെയിം ബൈ ഇറ്റ്, എങ്ങനെ ഇതിനാൽ പിടിക്കപ്പെട്ടു. അതാണ് ഒരു മീനിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാട്ട് സ്റ്റഫ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ്. വാട്ട് സ്റ്റഫ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് തിങ്സ് ഓർ ഐഡിയാസ്. സ്റ്റഫ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് തിങ്സ് ഓർ ഐഡിയാസ്. അതാണ് വാട്ട് സ്റ്റഫ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ്. എന്തുകൊണ്ടാണ് ഇത്, എങ്ങനെ ഉണ്ടായേ എന്നുള്ളതാണ്. എങ്ങനെ കാരണം അറിഞ്ഞുകൂടാ, എങ്ങനെ ഫോം ചെയ്തു എന്നൊരു കാരണം വേണ്ടേ, അതൊന്നും അറിഞ്ഞുകൂടാ. ഓഫ് വെയർ ഓഫ് ഇറ്റ് ഈസ് ബോൺ, അല്ലെങ്കിൽ വെയർ ഓഫ് ഇറ്റ് ഈസ് ബോൺ, എവിടെ നിന്നാണെന്ന് ഇതുണ്ടായത്, എൻ്റെ ഒറിജിൻ. ആക്ച്വലി അന്റോണിയോ ഡസൻ നോ ദ ആക്ച്വൽ ഒറിജിൻ ഓഫ് ദ സാഡ്നെസ് അല്ലേ. അദ്ദേഹം അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ ഒറിജിൻ എന്താണെന്ന്, എവിടെ നിന്നാണെന്നൊന്നും പുള്ളിക്ക് പിടികിട്ടുന്നില്ല. ഐ ആം ടു ലേൺ.
പക്ഷെ ഞാനത് അന്വേഷിക്കണം, അതിന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴും പുള്ളി തന്നെ മനസ്സിലാക്കിയിട്ടില്ല, അതാണ്. ആൻഡ് സച്ച് എ വാണ്ട് സാഡ്നെസ്. വാണ്ട് വിറ്റ് മീൻസ് ഡൾ, വെരി ഡൾ, മനസ്സിലായില്ലേ? അതാണ് മീനിങ് വാണ്ട് വിറ്റ്. ഫീലിംഗ് സാഡ്നെസ് വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ റീസൺ ഓർ ലോജിക് ബിഹൈൻഡ് ദാറ്റ് സാഡ്നെസ്. വാണ്ട് വിറ്റ് സാഡ്നെസ് മീൻസ് അതാണ്, എൻ്റെ ലോജിക്ക്, ശരിക്കുള്ള റീസൺ അറിഞ്ഞുകൂടാ, സാഡ്നെസ്സിൻ്റെ കാരണം അറിയാതെ വരുന്ന ആ സാഡ്നെസ്, അതാണ്. നമ്മളും അങ്ങനെയല്ലേ? ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, ഞാനെന്താ ഇപ്പം എനിക്കൊരു പെട്ടെന്നൊരു ഫീലിങ് ചിന്തിച്ചിട്ടില്ലേ നിങ്ങൾ? അത് തന്നെ, ആ ഒരു സംഭവമാണ്. ആൻഡ് സച്ച് എ വാണ്ട് വിറ്റ് സാഡ്നെസ് മേക്സ് ഓഫ് മീ ദാറ്റ് ഐ ഹാവ് മച്ച് എഡു ടു നോ മൈസെൽഫ്. ആ ഒരു വാക്ക് നമ്മൾ അത് യൂസ് ചെയ്യാറില്ലേ ഈ സമയത്തൊന്നും, നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത്, മനസ്സിലായി? ഐ ഹാവ് മച്ച് എഡു ടു നോ മൈസെൽഫ്. മച്ച് എഡു എന്നുള്ള ആ വാക്ക്, എഡു കേട്ടിട്ടുണ്ടോ ആ വാക്ക്? അതൊരു ഓൾഡ് ഇംഗ്ലീഷ് പ്രയോഗമാണ്, നമുക്ക് ഇപ്പോൾ അതൊന്നും അങ്ങനെ യൂസിലില്ല. എഡു മീൻസ് ഡിഫിക്കൽട്ടി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, മച്ച് എഡു, മനസ്സിലായേ? സോ ആൻ്റോണി സേസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് മൈസെൽഫ്. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമാണ്, മനസ്സിലായില്ലേ? ആ ഒരു തിരിച്ചറിവ് ആണ് വാസ്തവത്തിൽ ആൻ്റോണിക്ക് ഇവിടെ ഉണ്ടാകുന്നത്. എൻ്റെ സാഡ്നെസ് എന്താണെന്ന് കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് എൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യമാണ് അവിടെ ആൻ്റോണി പറയുന്നത്. അപ്പോൾ ഏകദേശം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. സാലറിനോ എന്തോ പറയുന്നത് നോക്കാം. സാലറിനോ, യുവർ മൈൻഡ് ഈസ് ടോസിങ് ഓൺ ദ ഓഷ്യൻ. നമ്മുടെ സുഹൃത്താണ് കേട്ടോ ഈ സാലറിനോയും സലാനിയും. ഇവർ രണ്ടുപേരും ആൻ്റോണിയോടെയും ബസാനിയുടെയും ഫ്രണ്ട്സാണ്. അത് നമുക്ക് വരുമ്പോൾ കാണാം. ഓക്കെ, സാലറിനോ പറയുന്നത് എന്താണ്? യുവർ മൈൻഡ് ഈസ് ടോസിങ് ഓൺ ദ ഓഷ്യൻ. അപ്പം നമ്മുടെ ആൻ്റോണിയോ പറഞ്ഞു വളരെ സാഡാണ്, കാരണം അറിയത്തില്ല, അങ്ങനെ എങ്ങനെ. അപ്പം നമ്മുടെ കാരണം ഇവർ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കുക. സാലറിനോ പറയാം, കാരണം എനിക്കറിയാം. യുവർ മൈൻഡ് ഈസ് ടോസിങ് ഓൺ ദ ഓഷ്യൻ. നിൻ്റെ മനസ്സെവിടാ? ഇവിടെങ്ങുമല്ല. നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ കഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സെവിടെല്ലാം ഓടുന്നുണ്ട്. ക്ലാസ്സിൽ ഇരുന്ന് നിങ്ങളുടെ മനസ്സെവിടെയൊക്കെ പോവും. അമേരിക്ക, ലോകം മുഴുവൻ ചുറ്റാൻ നിങ്ങളുടെ മനസ്സിന് പറ്റും. അതുപോലെ ഇവിടെ നോക്ക്, യുവർ മൈൻഡ് ഈസ് ടോസിങ് ഓൺ ദ ഓഷ്യൻ. അവിടെ നമ്മുടെ സാലറിന് പറയുകയാണ് ആൻ്റോണിയോയുടെ മനസ്സ് ഇവിടെ എങ്ങും അല്ല കിടക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം എവിടെയാണ്. പറയട്ടെ, നിൻ്റെ മനസ്സ്, ആൻ്റോണിയോയുടെ മനസ്സ് എവിടെ കിടക്കുന്നത്? ഓഷ്യനിലാണ്. അവിടെ എന്താ കാര്യം? കടലിൽ എന്താ കാര്യം? മീൻ പിടിക്കാൻ പോയോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആൻ്റോണിയോ മെർച്ചൻ്റാണ്, മെർച്ചൻ്റ് ഓഫ് വെനീസ്, മനസ്സിലായില്ലേ? പുള്ളി അവിടുത്തെ വ്യാപാരിയാണ്. അപ്പോൾ പുള്ളിയുടെ വ്യാപാര പരിപാടിയൊക്കെ എബ്രോഡാണ്, മീൻസ് രാജ്യങ്ങൾക്ക് പുറത്തോട്ട്, മറ്റ് രാജ്യങ്ങളിലോട്ടൊക്കെയാണ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ പോകുന്നത് എങ്ങനെയാണ്? കപ്പലിലൂടെ അല്ലേ? പുള്ളിക്ക് കപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷിപ്പെല്ലാം ഇങ്ങനെ ഓഷ്യൻ വഴി പോവുകയാണ്, മനസ്സിലായില്ലേ? അതാണ്. അപ്പം പുള്ളിയുടെ മനസ്സ് എപ്പോഴും അവിടെ ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? സാലറിനോ പറയുന്നത്. ദെയർ വെർ യുവർ ആർഗസീസ് വിത്ത് പോർട്ട്ലി സെയിൽ. അവിടെയാണ് പ്രശ്നം. ദെയർ വെർ യുവർ ആർഗസീസ്. എന്താണ് ആർഗസീസ്? ആർഗസീസ് മീൻസ് മെർച്ചൻറ്റ് ഷിപ്സ്, മനസ്സിലായില്ലേ? മെർച്ചൻറ്റ് ഷിപ്പാണ്, അതായത് വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വലിയ ഷിപ്പാണ് മെർച്ചൻറ്റ് ഷിപ്പ്, ആർഗസീസ്. വിത്ത് പോർട്ട്ലി സെയിൽ. പോർട്ട്ലി സെയിൽ മീൻസ് ഷിപ്പ് വിത്ത് ഫുൾ സെയിൽസ്, അല്ലെങ്കിൽ നിറച്ച് സാധനങ്ങളുമായിട്ട് പോവുക, അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. പിന്നെ നമുക്ക് അല്ലാതെ വേണമെങ്കിൽ റിച്ച് റോയൽ എന്നൊരു മീനിങ് പറയാം കേട്ടോ. രണ്ട് രീതി മീനിങ് പറയാം. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കി കേട്ടാലും മതി. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് അതുകൊണ്ടാണ്. വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കാൻ പറ്റും. ഒന്നുകൂടെ 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. പോർട്ട്ലി സെയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് ഷിപ്സ് വിത്ത് ഫുൾ സെയിൽസ്, അതായത് നിറച്ച് ഇതായിട്ട് പോകുന്ന, അല്ലെങ്കിൽ സാധനങ്ങൾ മറ്റ് രാജ്യങ്ങളായിട്ട് വ്യാപാരം ചെയ്യാനാണല്ലോ പോകുന്നത്, പ്രോഡക്റ്റ്സും മറ്റ് സാധനങ്ങൾ. അപ്പം ആ ഒരു മീനിങ് ഉണ്ട്. അതല്ലാതെ നമുക്ക് പറയുകയാണെങ്കിൽ റിച്ച് റോയൽ ആ ഒരു മീനിങ്ങും പറയാൻ പറ്റും. ദെൻ ദെയർ വെർ യുവർ ആർഗസീസ് വിത്ത് പോർട്ട്ലി സെയിൽ ലൈക്ക് സിഗ്നിയേഴ്സ് ആൻഡ് റിച്ച് ബർഗേഴ്സ് ഓൺ ദ ഫ്ലഡ്. അപ്പോൾ നമ്മുടെ ഈ മെർച്ചൻ്റ് ഷിപ്പിനെ ഇനി കമ്പയർ ചെയ്യുക. പറഞ്ഞല്ലോ ഈ പുള്ളിയുടെ മനസ്സ് അവിടെയാണ് എന്ന് നമ്മുടെ സാലറിനോ പറഞ്ഞു. സാലറിനോ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട്, അതായത് അവിടെ എന്താ പ്രശ്നം? അവിടെ മെർച്ചൻ്റ് ഷിപ്പുണ്ട്, കടലിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്, നിറച്ച് സാധനങ്ങളുമായിട്ട് പോവുക, അല്ലെങ്കിൽ അവിടെ ശരിക്കും വിലപിടിപ്പുള്ള സാധനങ്ങളാണ് അതിലുള്ളത്, മനസ്സിലായില്ലേ? റിച്ച് റോയൽ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. പോർട്ട്ലി സെയിൽ എന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, അതിനെ കമ്പയർ ചെയ്യുക, നല്ല കമ്പാരിസൺ നോക്കണം. ലൈക്ക് സിഗ്നിയോർ കേട്ടിട്ടുണ്ടോ ആ വാക്ക്? സിഗ്നിയേഴ്സ് ആ വാക്കിനൊരു മീനിങ് ഉണ്ട്. സിഗ്നിയേഴ്സ് മീൻസ് ജെൻറ്റിൽമെൻ, എമിനൻറ്റ് ജെൻറ്റിൽമെൻ, അല്ലെങ്കിൽ വലിയ എന്താ മാന്യന്മാരായ ആളുകൾ, അല്ലെങ്കിൽ ഉയർന്ന പദവിയിലുള്ള, ഉയർന്ന തലത്തിലുള്ള ആളുകൾ, നമ്മൾ ബഹുമാനിക്കുന്ന, അല്ല റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഇല്ലേ,
ഈ രാജാവ് അല്ലെങ്കിൽ വലിയ വലിയ മന്ത്രി, ഗവർണർ, അങ്ങനെയുള്ള ഒരുപാട് ഉയർന്ന പദവി ഇരിക്കുന്ന ആൾ, ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ നമ്മൾ പറഞ്ഞതാണ് സിഗ്നിയേഴ്സ്. എമിനൻറ്റ് ജെൻറ്റിൽമെൻ എന്നാണ് മീനിങ്, അത് നോക്കിയാൽ മതി. ആൻഡ് റിച്ച് ബർഗേഴ്സ്, ബർഗർ മറ്റേ ബർഗർ അല്ല കേട്ടോ, ഈ ബർഗറിൻ്റെ മീനിങ് വേറെയാണ്. സിറ്റിസൺ എന്നാണ് മീനിങ്, സിറ്റിസൺ പൗരൻ, മനസ്സിലായില്ലേ? സിറ്റിസൺ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് പറയുന്നത്. ബർഗർ ഇമ്പോർട്ടൻറ്റ് സിറ്റിസൺസ്, പ്രധാനപ്പെട്ട പൗരൻ, അതായത് മെയിൻ ഉയർന്ന തലത്തിലുള്ള ആളുകളെയാണ് കേട്ടോ പറയുന്നത്, ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ എവിടെയാണെങ്കിലും. ഓക്കെ, ലൈക്ക് സിഗ്നിയേഴ്സ് ആൻഡ് റിച്ച് ബർഗേഴ്സ് ഓൺ ദ ഫ്ലഡ്. ഫ്ലഡ് മീൻസ് വെള്ളപ്പൊക്കം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം. ഇവിടുത്തെ അർത്ഥം ഫ്ലഡ് മീൻസ് സീ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ അത്രയും? അതായത് നമ്മൾ കമ്പയർ ചെയ്യുക നമ്മുടെ മെർച്ചൻ്റ് ഷിപ്പിനെ, നമ്മുടെ ആൻ്റോണിയോയുടെ ഷിപ്പിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്തേക്കുന്നത്, നമ്മുടെ ജെൻറ്റിൽമെൻനെയും അതുപോലെ ഉയർന്ന രാജാക്കന്മാരെയും അങ്ങനെ അവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, നമുക്ക് ഇനി മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാവും. ഓർ ആസ് ഇറ്റ് വെയർ ദ പേജിയൻസ് ഓഫ് ദ സീ. പേജിയൻസ് മീൻസ് ഈ റാലി ഒക്കെ നടത്തില്ലേ, മാർച്ച് ചെയ്ത് വരുന്ന ആ ഒരു രംഗം ഓർത്താൽ മതി. പേജിയൻസ്, എ പബ്ലിക് എൻ്റർടൈൻമെൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ പ്രൊസഷൻ ഓഫ് പീപ്പിൾ ഇൻ എലാബറേറ്റ് കളർഫുൾ കോസ്റ്റ്യൂംസ്. അതാണ് മീനിങ്. അത്ര നീളത്തിൽ പോയിട്ടുണ്ട്. റാലിന്ന് ഒരു മീനിങ് എഴുതിയാൽ മതി. ഓക്കെ, എന്ന് പറഞ്ഞൊന്നുമില്ല. ഈ കടലിൽ ഈ ഷിപ്പ് അല്ലെങ്കിൽ വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും വലിയൊരു ജാഥയായിട്ട് വരുന്ന പോലെ തോന്നും. കാരണം നമ്മുടെ ആൻ്റോണിയോയുടെ ഷിപ്പുണ്ട്, മെയിൻ ഷിപ്പ്, വലിയ ഷിപ്പ്. അതുകൂടാതെ ഒരുപാട് ഷിപ്പും മറ്റും ബോട്ടും ഒക്കെ അതിൻ്റെ ചുറ്റും മറ്റുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ വലിയൊരു റാലി വരുന്ന പോലെയാണ്. രാജാവ് വരുന്നു, രാജാവിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ വരുന്നു, പിന്നെ അങ്ങനെ ആ ഒരു പിക്ചർ മനസ്സിൽ കാണുക. ഒരു റാലി പോകുന്നു, ആ റാലിക്ക് അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ റാലി ആണെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ വലിയ ഓപ്പൺ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു, മനസ്സിലായില്ലേ? ബാക്കി ആളുകൾ അതിനെ ഫോളോവേഴ്സ് പോകുന്നു. ആ ഒരു പിക്ചർ മനസ്സിൽ കാണുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെയാണ് കടലിൽ നമ്മുടെ മെർച്ചൻ്റ് മനസ്സിലായി ഷിപ്പ് വരുന്നു, ഒപ്പം തന്നെ കൂടെ കുറേ ഷിപ്പുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ വരുന്നു. ആ ഒരു പിക്ചറാണ് ഇവിടെ പറയുന്നത്. ആ പിക്ചർ നിങ്ങൾ മനസ്സിൽ കാണും, ഇമാജിൻ ചെയ്യണം, എങ്കിലേ നമുക്ക് കത്തു ഈ സാധനം. ഓക്കെ, ഡു ഓവർ പിയർ ദ പെറ്റി ട്രാഫിക്കേഴ്സ്. ഇനി കുറച്ച് വാക്കുകൾ വരുന്നുണ്ട്, അപ്പോൾ നോക്കണം. ഡു ഓവർ പിയർ ദ പെറ്റി ട്രാഫിക്കേഴ്സ്. ഓവർ പിയർ മീൻസ് ടു റൈസ് ഓർ ടവർ എബോവ്, അല്ലെങ്കിൽ ടു പിയർ ഓവർ അല്ലെങ്കിൽ റൂൾ ഓവർ, മനസ്സിലായില്ലേ? ടു റൈസ് ഓർ ടവർ എബോവ്, അതാണ് ആ മീനിങ് എഴുതിയാൽ മതി കേട്ടോ. ടു റൈസ് ഓർ ടവർ പോലെ, ടവർ എബോവ്. ടു റൈസ് ഓർ, റൈസ് മീൻസ് ഉയരുക, ടവർ എബോവ്. ഈ കപ്പൽ പോകുന്ന എങ്ങനെ, നേരെ നമ്മുടെ ഇന്നോവ കാർ ഓടിക്കുന്ന പോലെ സ്മൂത്തായിട്ടാണോ? അല്ലല്ലോ, കടലല്ലേ, അവിടെ ഇങ്ങനെ പൊങ്ങും താഴും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ പൊങ്ങും താഴും ചെയ്യും, മനസ്സിലായില്ലേ? അതാണ് റൈസ് ഫോൾ, മനസ്സിലായില്ലേ? ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓവർ പിയർ, ടു റൈസ് ഓർ ടവർ എബോവ് എന്ന് പറഞ്ഞാൽ മറ്റ് ഷിപ്പുകൾ മറ്റ് ബോട്ടുകളെക്കാൾ ഇങ്ങനെ പൊങ്ങിയാണ് നിൽക്കുന്നത് എപ്പോഴും. ആ രീതിയിൽ ഉയർന്ന നല്ല ഗാംഭീര്യത്തോടെയാണ് നമ്മുടെ ആൻ്റോണിയോയുടെ ഷിപ്പ് പോകുന്നത്. അതാണ് പറയുന്നത്. ഡു ഓവർ പിയർ ദ പെറ്റി ട്രാഫിക്കേഴ്സ്. പെറ്റി ട്രാഫിക്കർ എന്ന് പറഞ്ഞാൽ പെറ്റി അടിക്കുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞത്. പെറ്റി ട്രാഫിക്കർ മീൻസ് സ്മോൾ ഷിപ്സ് എന്നാണ് കേട്ടോ. കാര്യം സിമ്പിളാണ്, പക്ഷേ ഇത് ഓർത്ത് വെക്കണം, മറന്നുപോലെ. അങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ ഈ വാക്കൊക്കെ കയ്യിൽ നിന്ന് പോകും, നോട്ട് ചെയ്തോണം. പെറ്റി ട്രാഫിക്കേഴ്സ് മീൻസ് സ്മോൾ ഷിപ്സ്, ചെറിയ ഷിപ്പ്. അത് അതിന് മുന്നിൽ നമ്മുടെ മെർച്ചൻറ്റിൻ്റെ ഷിപ്പ് അല്ലെ ആൻ്റോണിയോയുടെ ഷിപ്പിന് മുന്നിൽ ഈ പറഞ്ഞ സ്മോൾ ഷിപ്സ് ഒന്നുമല്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം, മനസ്സിലായില്ലേ? മറ്റേ മെർച്ചൻ്റ് ആൻ്റോണിയോയുടെ ഷിപ്പ് ഇപ്പോഴും ഇങ്ങനെ ഉയർന്നു നിൽക്കും, മറ്റേതെല്ലാം ചെറിയ ശിശുക്കളാണ്, മനസ്സിലായില്ലേ? ഉറുമ്പ് പോലെയുള്ളൂ. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന മീനിങ്. ഓക്കെ, ദാറ്റ് കേർട്സി ടു ദം, ഡു ദം റെവറൻസ്. ദാറ്റ് കേർട്സി മീൻസ് വാട്ട്? കേർട്സി എന്നുള്ള വാക്കിനൊരു മീനിങ് ഉണ്ട്. എന്താണ്? ഷോയിങ് റെസ്പെക്റ്റ് ബൈ ബെൻഡിങ് ഓഫ് ദ നീസ്. ബോ ഡൗൺ അല്ലെങ്കിൽ മുട്ട് മടക്കുക, ആ ഒരു മീനിങ് ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. അതൊരു പ്രത്യേക ആചാരമാണ്, ഞാൻ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല, കൺഫ്യൂഷൻ ആക്കണ്ട. ബോ ഡൗൺ, മുട്ട് മടക്കുക അല്ലെങ്കിൽ മുട്ടുകുത്തി റെസ്പെക്റ്റ് കാണിക്കുക, അല്ലേ? അതാണ് അവിടെ ആ മീനിങ് എടുത്താൽ മതി കേട്ടോ. അതാണ് എൻ്റെ മീനിങ്. ഷോയിങ് റെസ്പെക്റ്റ് ബൈ ബെൻഡിങ് ഓഫ് ദ നീസ്. ബോ ഡൗൺ, മനസ്സിലായില്ലേ? ബോ ഡൗൺ ബിഫോർ സമ്മൺ, മനസ്സിലായില്ലേ? ആരൽ മുന്നിൽ നമ്മൾ മുട്ട് മടക്കുക, അത് ആ ഒരു മീനിങ് എടുക്കുക. ദാറ്റ് കേർട്സി ടു ദം, ഡു ദം റെവറൻസ്. ആ വാക്ക് എളുപ്പം പഠിക്കാൻ. റെവറൻറ്റ് ഫാദർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? റെവറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പേഴ്സണെയാണ് റെവറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റെവറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോ റെസ്പെക്റ്റ്, അല്ലേ? ഡീപ്പ് റെസ്പെക്റ്റ് ഫോർ സമ്മൺ ഓർ സംതിങ്, അതാണ് ആ മീനിങ്, റെവറൻസ്. അപ്പം വായിച്ചു നോക്കിയേ. ഡു ഓവർ പിയർ ദ പെറ്റി ട്രാഫിക്കേഴ്സ്.
ദാറ്റ് കേർട്സി ടു ദം ഡു ദം റെഫറൻസ്. അപ്പം മറ്റ് ഷിപ്പുകളെല്ലാം നമ്മുടെ ഈ അന്റോണിയോയുടെ ഷിപ്പിനെ ബഹുമാനിക്കുന്ന പോലെ നമുക്ക് തോന്നും ആ വരവ് കാണുമ്പം. മനസ്സിലായില്ലേ? അത് സഞ്ചരിക്കുന്ന ആരും ഇങ്ങനെ ഒരു ഇമാജിനേഷനാണ്. നമ്മുടെ സലാറിനോട് ഇമാജിനേഷനാണ് ഈ പറയുന്നത് മൊത്തം. അന്റോണിയുടെ അകത്തൊന്നും ഇതുവരെ ഒന്നും മിണ്ടിയില്ല. ഷിപ്പിൻ്റെ കാര്യമൊന്നും അന്റോണി പറഞ്ഞല്ല, സലാറിനോ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കോണം. അപ്പം ഈ നമ്മുടെ ചെറിയ ചെറിയ ഷിപ്പുകളൊക്കെ ഈ നമ്മുടെ മുതലാളിയുടെ മുന്നിൽ അല്ലെങ്കിൽ അന്റോണിയോയുടെ മുന്നിൽ ഇങ്ങനെ കുമ്പിട്ട് അല്ലെങ്കിൽ നമസ്കരിക്കുക, ബോ ഡൗൺ ചെയ്യാൻ തോന്നും. കാരണം ഈ ഇളക്കത്തിനനുസരിച്ച് ഇവരും ഇങ്ങനെ താഴും പൊങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ അവരെ വണങ്ങുന്നതായിട്ട്, നമ്മുടെ മെർച്ചൻ്റ് ഷിപ്പിനെ അല്ലെങ്കിൽ അന്റോണിയോയുടെ ഷിപ്പിനെ വണങ്ങുക ബാക്കി എല്ലാവരും എന്ന് നമുക്ക് തോന്നും. അതാണ് അവിടെ പറയുന്നത്. ആസ് ദേ ഫ്ലൈ ബൈ ദം വിത്ത് ദെയർ വോവൺ വിങ്സ്. മനസ്സിലായില്ലേ? അപ്പം അത് നമുക്ക് തോന്നും പറന്നു പോകുന്ന പോലെ, പക്ഷികൾ കൂട്ടമായിട്ട് പറക്കുന്ന പോലെ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാം. ഭയങ്കര കമ്പാരിസനാണ്. നോക്കണേ എന്തെല്ലാം പറഞ്ഞു വച്ചേക്കുന്നത് നോക്കണേ. ആസ് ദേ ഫ്ലൈ ബൈ ദം വിത്ത് ദെയർ വോവൺ വിങ്സ്, അതായത് ഇങ്ങനെ തയ്ച്ച് തുന്നിച്ചേർത്ത നെയ്ത് ചേർത്ത, വോവൺ മീൻസ് വാട്ട്, അതായത് തയ്ക്കുക, നെയ്തെടുത്ത തുണി പോലെ, നെയ്തെടുത്ത ചിറക്. വിങ്സ് എന്ന് വെച്ചാൽ ചിറക്. അപ്പോൾ നെയ്തെടുത്ത ചിറക് പോലെയാണ് ചിറകുള്ളതായിട്ട് നമുക്ക് തോന്നും ഇതിനെ കാണുമ്പോൾ. കാരണം ഈ ഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പായ് മരമുണ്ട്. മനസ്സിലായില്ലേ? അത് വെച്ചാണ് ഈ ഷിപ്പ് പോകുന്നത്. പണ്ടത്തെ കാലത്ത് ഷിപ്പൊക്കെ അങ്ങനെയാണ്. ഈ പായ്മരം കാറ്റിനനുസരിച്ച് അതിങ്ങനെ തള്ളൽ വരും, അതനുസരിച്ച് അത് മൂവ് ചെയ്യുന്നത്. കാറ്റിൻ്റെ ദിശ അനുസരിച്ച് ഇത് പൊക്കവും താത്തും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ ആ പായ്മരം സെയിൽസ് അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ മീനിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഈ വോവൻ വിങ്സ് എന്നിവിടെ പറഞ്ഞേക്കുന്നത്. മനസ്സിലായില്ലേ? ദ സെയിൽസ് ഓഫ് ദ ഷിപ്സ് ആർ വോവൺ ഓഫ് ക്യാൻവാസ് ആൻഡ് ക്യാരി ദെൻ ദം എലോങ് ജസ്റ്റ് ലൈക്ക് വിങ്സ് ഓഫ് ബേർഡ്സ്. മനസ്സിലായില്ലേ? അതിങ്ങനെ പക്ഷി പറക്കാൻ നേരത്തല്ലേ ചിറക് വിടർത്തുന്നത്. അത് കഴിയുമ്പോൾ പക്ഷി ഇങ്ങനെ ചിറക് മടക്കി ചുമ്മാ ഇരിക്കുമല്ലേ. പറക്കുമ്പോൾ അത് ഇങ്ങനെ വിടർത്തി എന്ന് പറയുന്ന പോലെ ആ കാറ്റിൻ്റെ അനുസരിച്ച് ഇതിങ്ങനെ നിവർത്തി വെക്കും, അല്ലാതെ പോയി ചുരുട്ടി വെക്കും. അതങ്ങ് ഓർത്താൽ മതി. അതാണ് സംഭവം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനിയും അടുത്ത കഥാപാത്രം ഇവിടെ എൻ്റെ ഇതിൽ നമുക്ക് സൊലാനിയോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് സലാനിയോ ആണ്. സലാനിയോ എന്നാണ്. ഞാനത് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സാണേ. അപ്പോൾ അത് വെച്ച് ഞാൻ പറയുന്നത്. അത് തിരുത്തിയാൽ മതി. അത് നിങ്ങളുടെ ടെക്സ്റ്റ് കറക്റ്റാണ്. ടെക്സ്റ്റിൽ നോക്കിയാൽ മതി. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, എന്നാലും ടെക്സ്റ്റ് നോക്കുക. കഥാപാത്രം ഇതാണ്, സലാനിയോ ആണ്. സലാനിയോ ഇവിടെ എഴുതിയിരിക്കുന്നത് സൊലാനിയോ എന്നാണ്. SOLAN. അത് സലാനിയോ എന്നും രണ്ടും പറയുന്നുണ്ട്. രണ്ടും അക്സെപ്റ്റഡ് ആണ്. നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ. ദെൻ ബിലീവ് മീ സർ, ഹാഡ് ഐ സച്ച് വെഞ്ചർ ഫോർത്ത്, ദ ബെറ്റർ പാർട്ട് ഓഫ് മൈ അഫെക്ഷൻസ് വുഡ് ബി വിത്ത് മൈ ഹോപ്സ് എബ്രോഡ്. അപ്പം നമ്മുടെ സലാറിനോ പറഞ്ഞു കഴിഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം മറ്റേ കൂട്ടുകാരൻ ചുമ്മാ ഇരിക്കുവാന്നോ? അവൻ വിചാരിച്ചു എന്നാൽ ഞാനും പറയാം. അവൻ ചുമ്മാ വിചാരിച്ചു എന്തിനാ ഞാനായിട്ട് വെറുതെ ഇരിക്കുന്നത്, ഞാനും രണ്ട് വാർത്താനം പറയാം. അപ്പം സലാനിയോ പറയാണ്, ബിലീവ് മീ സർ, ഹാഡ് ഐ സച്ച് വെഞ്ചർ ഫോർത്ത്. അപ്പോൾ സർ എന്നെ വിശ്വസിക്കൂ, നിശ്ചയമായിട്ടും എനിക്കിതുപോലൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് നമ്മുടെ അന്റോണിക്കുള്ള പോലെ ഇതുപോലൊരു പുള്ളി ഒരു മെർച്ചൻ്റ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിക്ക് ഇതുപോലെ ഷിപ്സ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഹാഡ് ഐ സച്ച് വെഞ്ചർ ഫോർത്ത്. വെഞ്ചർ മീൻസ് വാട്ട്? എന്താണ് വെഞ്ചർ? വെഞ്ചർ മീൻസ് എ ട്രേഡിംഗ് എക്സ്പെഡിഷൻ ഇൻ വിച്ച് മണി ഹാസ് ബീൻ റിസ്ക്ഡ്. അപ്പോൾ ഒരു റിസ്കി ജേണിയാണ്, അങ്ങനെ മീനിങ് എഴുതിയാൽ മതി. വെഞ്ചർ മീൻസ് റിസ്കി ജേണി, റിസ്ക് എടുത്തുള്ള യാത്രയാണ് അല്ലേ? കടലിൽ കൂടെ ഷിപ്പുമായിട്ട് പോകുന്ന റിസ്ക് പരിപാടിയാണ്. എപ്പോൾ എവിടെ വെച്ച് കൊടുങ്കാറ്റ് ഒന്നും പറയാൻ പറ്റില്ല. പോയാൽ ഫുള്ള് പോയി. മനസ്സിലായില്ലേ? കിട്ടിയാൽ എല്ലാം കിട്ടും. റിസ്ക് പരിപാടിയാണ്. അപ്പോൾ വെഞ്ചർ ഫോർത്ത്. ഫോർത്ത് എന്താണ്? ഫോർത്ത് മീനിങ് ഔട്ട് ഓൺ ദ സീ. വെഞ്ചർ ഫോർത്ത് മീൻസ് വെൻറ്റ് ഔട്ട്, അല്ലെങ്കിൽ ഗോ ഔട്ട്, അല്ലെങ്കിൽ ഔട്ട് ഓൺ ദ സീ. കടൽ വെളിയിലാണ് പോയേക്കുക, മറ്റ് രാജ്യങ്ങളിലോട്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? ബിലീവ് മീ സർ, ഹാഡ് ഐ സച്ച് വെഞ്ചർ ഫോർത്ത്, ദ ബെറ്റർ പാർട്ട് ഓഫ് മൈ അഫെക്ഷൻസ് വുഡ് ബി വിത്ത് മൈ ഹോപ്സ് എബ്രോഡ്. അപ്പോൾ എന്നെ വിശ്വസിക്കൂ, എനിക്കിതുപോലൊരു മെർച്ചൻഷിപ്പോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും എന്താണ് ദ ബെറ്റർ പാർട്ട് ഓഫ് മൈ അഫെക്ഷൻ, നിശ്ചയമായിട്ടും എൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ മിക്ക സമയം എൻ്റെ ചിന്ത മൊത്തം ഇവിടെ ആയിരിക്കും. അഫെക്ഷൻസ് മീൻസ് തോട്ട്സ് എന്നാണ് ഇവിടെ മീനിങ്. തോട്ട്സ്, എൻ്റെ ഫുൾ ചിന്ത മിക്കവാറും അതിനെക്കുറിച്ചായിരിക്കും. വുഡ് ബി വിത്ത് മൈ ഹോപ്സ് എബ്രോഡ്. അതെ, എൻ്റെ കപ്പൽ അങ്ങ് ചെല്ലുന്നതും മറ്റ് രാജ്യങ്ങളിൽ ചെല്ലുന്നതും അവിടെ ചെന്ന് വിറ്റഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഐ ഷുഡ് ബി, നമുക്ക് ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടില്ലേ, നിൻ്റെ നിക്ഷേപമുള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കുന്നു പറഞ്ഞിട്ടില്ലേ, ബൈബിളിലൊരു വാക്യോ എന്ന് പറയുന്ന പോലെയാണ് സംഭവം. ഐ ഷുഡ് ബി സ്റ്റിൽ പ്ലക്കിംഗ് ദ ഗ്രാസ് ടു നോ വെയർ സിറ്റ്സ് ദ വിൻഡ്. അപ്പോൾ ഞാനെന്ത് ചെയ്യും? ഞാനിങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ
പുല്ലിൻ്റെ ഇതുണ്ടല്ലോ, പുല്ലിൻ്റെ ഒരു നാമ്പ് എടുത്തിട്ട് ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ ആകാശത്ത് പൊക്കി പിടിച്ച് പോകും. അപ്പോൾ ആ കാറ്റിൻ്റെ ദിശ അറിയാൻ വേണ്ടി. അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഈ പുല്ല് എങ്ങോട്ടാണ് അതനുസരിച്ച് നമുക്ക് കാറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഐ ഷുഡ് ബി സ്റ്റിൽ പ്ലക്കിംഗ് ദ ഗ്രാസ് ടു നോ വെയർ സിറ്റ്സ് ദ വിൻഡ് എന്ന് വെച്ചാൽ ഈ കാറ്റ് എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുകയല്ല, കാറ്റിൻ്റെ ദിശ എങ്ങോട്ടാണ് കാറ്റ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കപ്പൽ സ്ഥിതി എങ്ങനെയാണ്, ഇപ്പോൾ കപ്പൽ എങ്ങോട്ടായിരിക്കും നീങ്ങുന്നത് എന്നൊക്കെ പുള്ളിക്ക് അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. മനസ്സിലായില്ലേ? അന്ന് ഈ GPS പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇപ്പോഴൊക്കെ GPS മറ്റ് പരിപാടി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല, പുല്ല് വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, നമുക്ക് കാലാവസ്ഥ പരിപാടിയൊക്കെ ഉണ്ട് അറിയാം. പക്ഷെ അന്നങ്ങനെയല്ലല്ലോ. അന്ന് പുള്ളി പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെയൊക്കെ ഇന്ന പോലെയൊക്കെ ചെയ്യും എന്നാണ് നമ്മുടെ സലാനിയോ പറയുന്നത്. നോക്കാം. അപ്പോൾ മനസ്സിലായില്ല, പുല്ല് പറിച്ച് ഇങ്ങനെ കാറ്റിൻ്റെ ദിശ എങ്ങനെയാണെന്ന് നോക്കും. പിയറിംഗ് ഇൻ മാപ്സ്, PIRING, പിയറിംഗ് മീൻസ് ലുക്കിംഗ് ഇൻ മാപ്സ് ഫോർ പോർട്ട് തുറമുഖം, ആൻഡ് പിയേഴ്സ് ആൻഡ് റോഡ്സ്. പിയേഴ്സ് എന്ന് വെച്ചാൽ ഹാർബർ, അത് തന്നെ തുറമുഖം എന്നുള്ള മീനിങ് ആണ്. ആൻഡ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റോഡല്ല, മനസ്സിലായില്ലേ? ആ റോഡല്ല മീനിങ്. റോഡ് മീൻസ് അതായത് ഒരു സ്പെഷ്യൽ ഏരിയ ആണ്, അത് നമ്മുടെ തീരത്തിനോടടുത്ത് എന്ന് പറയാം. അതായത് പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കപ്പലിന് സേഫായിട്ട് അവരെടുത്ത് കൊണ്ട് നങ്കൂരം വിടാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് സേഫായിട്ട് വെക്കാവുന്ന ഒരു പ്രത്യേക പ്ലേസാണ് റോഡ് എന്ന് പറയുന്നത്. അതൊക്കെ അത് അത്ര മനസ്സിലാക്കുക, കൂടുതലായിട്ടൊന്നും അറിയണ്ട. അത്ര ഒരു സേഫ്റ്റി പ്ലേസാണ്, കടൽ തന്നെ അല്ലെങ്കിൽ തീരത്തോടടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും അത് സേഫ്റ്റി പ്ലേസ്. അവിടെ ചുഴലിക്കാറ്റ് വലുതായിട്ട് അഫക്റ്റ് ചെയ്തില്ല, അതാണ്. ആൻഡ് എവറി ഒബ്ജക്റ്റ് ദാറ്റ് മൈറ്റ് മേക്ക് മീ ഫിയർ. അപ്പം ഇത് മാത്രമല്ല, എനിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഭയവും ചിന്തയും, എപ്പോഴും ഞാനിങ്ങനെ ടെൻസ്ഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഈ പുല്ലെടുത്ത് പറിച്ച് കാറ്റിൻ്റെ ദിശ നോക്കുക മാത്രമല്ല, ഈ മാപ്പ് തുറന്ന് നോക്കും. മാപ്പ് തുറന്നിട്ട് എവിടെയൊക്കെ തുറമുഖമുണ്ട്, എവിടെയൊക്കെ ഈ റോഡ്, മറ്റേ സുരക്ഷിത സ്ഥലങ്ങളുണ്ട്, എപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എപ്പോൾ എവിടെ കാറ്റ് വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉടനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിക്കോ, അതാണ് നല്ലത്. എനിക്ക് പറയണ്ടേ, എപ്പോഴും അതിനെക്കുറിച്ചായിരിക്കും ചിന്ത. അങ്ങനെ ആയിരിക്കും. എനിക്കൊരു കപ്പലും മറ്റു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കും. ആരാ? സലാനിയോ. ഇവിടെ സാലറിന് വേറെ കുറേ കാര്യം പറഞ്ഞു, അത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവില്ല, തിരിഞ്ഞു പോകല്ലേ. ജസ്റ്റ് വീഡിയോ ഒന്നുകൂടെ കാണുക, അല്ലെങ്കിൽ ഒന്ന് നോക്കുക, ഒന്നുകൂടെ വായിച്ചു നോക്കുക. ആൻഡ് എവറി ഒബ്ജക്റ്റ് ദാറ്റ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാരഫ്രൈസ് എന്ന് പറയും. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റ് കാണുന്ന ഫുള്ള് ഒറിജിനൽ ടെക്സ്റ്റാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന തൊട്ട് ഒറിജിനൽ സാധനമാണ്. ഇതിൻ്റെ എല്ലാം അതിൻ്റെ ശരിക്കുള്ള പാരഫ്രൈസ്, കംപ്ലീറ്റ് പാരഫ്രൈസ്, അഥവാ അതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ, നമ്മുടെ മോഡേൺ ഇംഗ്ലീഷിലുള്ള എക്സ്പ്ലനേഷനാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത്. അങ്ങനെയാണ് ഈ ടെക്സ്റ്റ് പോയേക്കുന്നത്. അപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. അത് തന്നെ ബാക്കി തന്നെ. മിസ്ഫോർച്യൂൺ ടു മൈ വെഞ്ചേഴ്സ് ഔട്ട് ഓഫ് ഡൗട്ട് വുഡ് മേക്ക് മീ സാഡ്. അത് മാത്രമല്ല, എന്നെ എന്തൊക്കെ സാഡ് ആക്കും, എന്തൊക്കെയാണ് എനിക്ക് ഞാൻ എങ്ങനെയാണ് സാഡാവുന്നത്, അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ സലാനിയോ. അപ്പോൾ സലാനിയോ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. എല്ലാ കാര്യങ്ങളും പുള്ളിയെ ഭയപ്പെടുത്തുകളയും, എന്ത് കാര്യമാണെങ്കിലും. മിസ്ഫോർച്യൂൺ ടു മൈ വെഞ്ചേഴ്സ് ഔട്ട് ഓഫ് ഡൗട്ട് വുഡ് മേക്ക് മീ സാഡ്. അപ്പം മിസ്ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എന്താ? നിർഭാഗ്യം പറയുന്നത് കേട്ടില്ലേ? എപ്പോഴാണ് നമുക്ക് ഈ നിർഭാഗ്യം? ബാഡ് ലക്ക്, ഗുഡ് ലക്ക്, ബാഡ് ലക്ക് എന്ന് കേട്ടിട്ടില്ലേ? അവന് ഭാഗ്യം ഇല്ലാതെ പോയി, അവൻ്റെ ഒരു നിർഭാഗ്യം പറയത്തില്ലേ? അതാണ് മിസ്ഫോർച്യൂൺ ടു മൈ വെഞ്ചേഴ്സ് മീൻസ് മുമ്പ് പറഞ്ഞല്ലോ. അതെ, അപ്പം എൻ്റെ ഈ പറഞ്ഞ കപ്പലുകൾ അല്ലെങ്കിൽ ഇതിനൊക്കെ ഭാഗ്യമില്ലാതെ പോയല്ലോ, അല്ലെങ്കിൽ പോമോ, അല്ലെങ്കിൽ മിസ്ഫോർച്യൂൺ ടു മൈ വെഞ്ചേഴ്സ് ഔട്ട് ഓഫ് ഡൗട്ട് വുഡ് മേക്ക് മീ സാഡ്. അപ്പോൾ എനിവേ എന്തെങ്കിലും കാരണം വെച്ചാൽ ഏതെങ്കിലും കപ്പലുകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു നിർഭാഗ്യം വന്നാൽ, അത് ഉറപ്പായും എന്നെ അത് നിരാശനാക്കും, സാഡാക്കും എന്നാണ് സലാനിയോ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, പുള്ളിക്ക് അങ്ങനെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി നമുക്കറിഞ്ഞൂടാ പുള്ളിയുടെ എന്തോ പരിപാടിയെന്ന്. നോക്കാം, എന്തെങ്കിലും പുള്ളിക്ക് അങ്ങനെ കപ്പലും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി ഇമാജിൻ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒക്കെ ആയിരിക്കും. ഓക്കെ, ബാക്കി അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ തന്നെ വീഡിയോ ലെങ്തായി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഈ സാഡ്നെസ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് പറയുന്നത് സാലറിനുമാണ് പറയുന്നത്. സാലറിനും അതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നതാണ്. ഈ അന്റോണിയോയുടെ ഈ സാഡ്നെസ് കണ്ടില്ലേ, നല്ല കൂട്ടുകാരല്ലേ. അന്റോണിയോ സാഡ്നെസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മറ്റവർ രംഗത്ത് വന്നിട്ടുണ്ടല്ലേ, കാരണം കണ്ടുപിടിക്കാൻ നോക്കുക. എങ്ങനെയും അന്റോണിയോ ഒന്ന് സമാധാനിപ്പിക്കണം. നല്ല ഫ്രണ്ട്സ് അങ്ങനെ കേട്ടോ. സ്വന്തം സുഹൃത്ത് ദുഃഖിച്ചിരിക്കുന്ന കാണുമ്പോൾ അവനങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പോയി ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ വരുന്ന
ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെ അവർ ചെയ്യുന്നത്, അവരുടെ ആ സംസാരം നമ്മൾ കണ്ടത്. അതാണ് നമ്മളിപ്പോൾ ഈ കിടന്ന് പഠിക്കുന്നത്. മനസ്സിലായില്ലേ? സംഭവമൊന്നുമില്ല, കാര്യങ്ങളൊന്നും സിമ്പിളാണ്. പക്ഷേ പറഞ്ഞു വരുമ്പം ഉണ്ട്, ഇച്ചിരി കട്ട് ചെയ്യാൻ നമുക്ക് തോന്നും. ആ ഓൾഡ് ഇംഗ്ലീഷും കുറേ വാക്കുകളും അതൊക്കെ ഒന്ന് പഠിച്ചെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര വെച്ച് നമുക്ക് ക്ലാസ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഐഡിയ ക്ലിയർ ആയി കാണുമല്ലോ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുക. കുറേ ഡൗട്ടിങ് വേർഡ്സൊക്കെ കാണും, ജസ്റ്റ് അതിലൊന്ന് നോക്കുക. ഇപ്പോൾ എല്ലാം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിയേഴ്സ് മീൻസ് എ പ്ലാറ്റ്ഫോം പ്രൊജക്റ്റഡ് ഫ്രം ഷോർ ടു സീ, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറയാതെ പോയതാ സ്റ്റിൽ മീൻസ് ഓൾവേസ്, സ്റ്റിൽ ഐ ഷുഡ് ബി സ്റ്റിൽ പ്ലക്കിങ് ദ ഗ്രാസ്. മനസ്സിലായില്ലേ? പിന്നെ എന്ന് വെച്ചാൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മച്ച് മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഏതാ ഒരു സംഭവം ഉണ്ടല്ലോ, മച്ച് എഡു ടു നോ എന്ന് പറഞ്ഞ ആ വാക്ക് കണ്ടോ? അങ്ങനെ ഒരു പ്ലേ ഉണ്ട്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേയുടെ പേരാണ് മച്ച് എഡു എബൌട്ട് നത്തിങ്, എ പ്ലേ ബൈ ഷേക്സ്പിയർ കേട്ടോ. അങ്ങനെ പ്ലേയും നമുക്കവിടെ റെഫറൻസ് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമുക്ക് അത്രയും മതി. ഒരുപാടായ നമുക്ക് കൺഫ്യൂഷൻ ആകും. ഒന്ന് വായിച്ചു നോക്കാം, നന്നായിട്ട് വായിക്കണം, എങ്കിലേ നമുക്ക് ക്ലിക്ക് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത്ര വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിക്കുക, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ബാക്കി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണുക, അല്ലെങ്കിൽ ഒന്ന് ഡൗട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. ഓക്കെ, താങ്ക് യു.